Okay, good evening. Let us start this function with a prayer. Prayer by Anushka, daughter of Nandida Supran. I think some network issue is there. First of all, let us start. Thank you, Anushka. Respected Commissioner, Joint Commissioner, Assistant Commissioners, Sri Prabodh, dear friends and children. Today we are going to conduct virtual book review session by Sri Prabodh, Inspector. Before that, today is November 1st, Kerala's 64th birthday. That foreigners are saying that Kerala is gifted by God's own country. Literacy rate is higher compared to other states. We can see the presence of Malayalis and their culture wherever you go, each and every corner of the world. Malayalis will grasp integration across the globe without any discrimination, caste or color. Kerala stands with high cultural awareness and rich artistic heritage. We are in front of other states for hygienic culture and gender equality. But for the past few years, we are facing unprecedented natural disasters across this state. Nowadays, increasing of COVID-19 rate is carrying here. We could defend this pandemic situation by wearing masks, social distancing, and obeying government instructions. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയും നമ്മുടെ സമൂഹം നേടിയെടുത്ത ജനാധിപത്യ ജീവിത രീതി ഒരിക്കലും നമുക്ക് നഷ്ടമാകരുത്. നമുക്ക് നേട്ടങ്ങളുണ്ട്, എന്നാൽ ഇനിയും നേടാൻ ഒരുപാടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിപ്പേര് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കേരളത്തിന്റെ സ്വന്തമായി എന്നും നിലനിർത്താൻ ഓരോ മലയാളിയും ശ്രമിക്കാം. ഇത് കുട്ടികൾക്കെല്ലാം ഒരു പ്രചോദനമാവട്ടെ. ഇന്നത്തെ ക്ലാസിന്റെ ഈ വെർച്വൽ ക്ലാസിന്റെ ബുക്ക് റിവ്യൂ സെഷൻ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കമ്മീഷണർ ഇന്നിവിടെ ഹാജരായിട്ടില്ല. ഇന്ന് നമ്മുടെ ജോയിന്റ് കമ്മീഷണർ ബഹുമാനപ്പെട്ട ശിവപ്രസാദ് സാർ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. രണ്ടു വാക്ക് സംസാരിക്കാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, കൂടാതെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ. താങ്ക്സ് റജീവ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കറിയാം, 1956 നവംബർ 1-ാം തീയതിയാണ് കേരളം രൂപം കൊണ്ടത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകൃതമാക്കിയപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കേരളം രൂപം കൊണ്ടത്. സ്വാതന്ത്ര്യാനന്തര കേരളം പല മേഖലകളിലും വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മാനവ വിഭവശേഷിയുടെ കാര്യത്തിലായാലും ശരി, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു കൊണ്ടുവരുന്നതിലും ബർത്ത് റേറ്റ് കുറച്ചു കൊണ്ടുവരുന്നതിലും ലിറ്ററസി റേറ്റ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിലും വളരെ വൻപിച്ച പുരോഗതിയാണ് കേരളം നേടിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ചില മേഖലകളിലെങ്കിലും നമ്മുടെ പ്രകടനം ശുഭസൂചകമല്ല. ഉദാഹരണത്തിന്, കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന ഒരു പല്ലവി നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതുകൂടാതെ ലിംഗ അസമത്വം വളരെ കൂടിയ ഒരു സംസ്ഥാനമാണെന്നും പറയപ്പെടുന്നുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം
പ്രകൃതി കനിഞ്ഞു തന്ന ഈ ഭംഗി ചൂഷണം ചെയ്യുന്നതിലും നമ്മൾ മുമ്പിൽ തന്നെയാണ്. ഇതെല്ലാം ഇതുപോലത്തെ പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും അതും വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന് അതിന്റെ ഉപഭോഗം കൂടുതലാണ്. ഇതെല്ലാം മറികടന്ന് ഒരു നല്ലൊരു കേരളം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതുകൂടാതെ വായനയുടെ മഹത്വം വളരെ ആദ്യം തന്നെ മനസ്സിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അത് കേരളത്തിന്റെ സാംസ്കാരിക പുരോഗതിക്കും പൂർണ്ണ സാക്ഷരതയ്ക്കും ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ ഗ്രന്ഥശാല പ്രസ്ഥാനം വായനയെ പരിപോഷിപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കൂടാതെ പക്ഷെ നമ്മൾ ഈ അടുത്ത കുറച്ച് കാലങ്ങളായി കാണുന്നത് വെച്ചാൽ കേരളത്തില് വർഗീയതയുടെയും പല രീതിയിലുള്ള അതിക്രമങ്ങളുടെയും മൂല്യച്യുതിയുടെയും ധാരാളം ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം വായനയുടെ അഭാവമായിരിക്കാം എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. വായന മരിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സംരംഭം എന്ന് പറയുന്നത് വായനയെ പരിപോഷിപ്പിക്കുക, വായനയുടെ ലോകത്തിലേക്ക് ഒരുപാട് പേരെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് പരിചിതരല്ലാത്ത എഴുത്തുകാരെയും അവരുടെ നല്ല നല്ല കൃതികളെയും പരിചയപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. കുഞ്ഞുങ്ങൾക്ക് അവർ വായിച്ച പുസ്തകങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ബുക്ക് റിവ്യൂ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ ആദ്യത്തെ ബുക്ക് റിവ്യൂ നടത്താൻ തയ്യാറായ ശ്രീ പ്രബോധ്, നമ്മുടെ ഇൻസ്പെക്ടർ അസോസിയേഷന്റെ മുന്നണി പോരാളിയായ പ്രബോധിനെ എല്ലാ ആശംസകളും. വളരെ നല്ലൊരു പ്രസന്റേഷൻ പുള്ളിക്കാരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. പ്രബോധിനെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു പ്രദീപ് സർ, താങ്ക് യു ശിവപ്രസാദ് സർ. എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ചെയ്യാൻ പറ്റുമോ? അഡ്മിനിലേക്ക് ഞാൻ പ്രസന്റ് നൗ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. കാരണം ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ചിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ വിൻഡോ കൊടുക്കുകയാണ്. ഓക്കെ പ്രഭു. കാണാമോ? സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? കാണാമല്ലോ. ഓക്കെ, താങ്ക് യു. സോ ഗുഡ് ഈവനിങ് ടു എവരി വൺ. അപ്പൊ കഴിഞ്ഞ മാസമാണ് എൻ്റെ അടുത്ത് ശിവപ്രസാദ് സാർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സെൻട്രൽ എക്സൈസ് റിക്രിയേഷൻ ക്ലബിന്റെ ഭാഗമായിട്ട് ചില പരിപാടികള് കുട്ടികൾക്കും മുതിർന്നവർക്കും അവർക്ക് പ്രയോജനപ്രദമായ ഒരു പുസ്തകമാവട്ടെ. പക്ഷെ പൊതുവെ ഞാനും ബാക്കിയുള്ള ഭൂരിപക്ഷമായിട്ടുള്ള വായനക്കാരും ലോകത്തായാലും ഇന്ത്യയിലായാലും നമ്മുടെ ഓഫീസിലായാലും നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് എപ്പോഴും ഫിക്ഷൻസ് ആണ്. അപ്പൊ ഒരു ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം റിവ്യൂ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ തന്നെ അറിയാം, പൊതുവെ ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് ഒരു പത്രത്തിനകത്ത് നമുക്കൊരു 5 മിനിറ്റിൽ താഴെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ
സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ ദൈർഘ്യം കൂടെ കാണട്ടെ ഈ പരിപാടിക്ക്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആക്സിഡന്റലി ഞാൻ ആ സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകം കൂടെ ആയിരുന്നു ബിൽ ബ്രൈസന്റെ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. ഇത് ഞാൻ 2004-05 കാലഘട്ടം തൊട്ട് തന്നെ വായിക്കണം എന്ന് കരുതിക്കൊണ്ടിരുന്ന ബുക്കും സാറ് ഈ ഒരു ആവശ്യം എന്നോട് പറയാൻ നേരത്ത് വായിച്ചു തുടങ്ങിയതുമായ ഒരു ബുക്കായിരുന്നു. അപ്പൊ എന്തുകൊണ്ടോ എല്ലാ രീതിയിലും എനിക്ക് സൗകര്യപ്രദമായി വന്ന ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് ബൈ ബിൽ ബ്രൈസൺ. ഇപ്പോഴും സ്ക്രീൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി സാർ. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം 2003 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് എസെൻഷ്യലി ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഈ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെവലപ്മെന്റിലുള്ള ഒരു റിവ്യൂ ആണ്. അതായത് പ്രപഞ്ചം ഉണ്ടായത് മുതൽ ഇപ്പോൾ ലോകം എവിടെ വന്നു നിൽക്കുന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരു സാധാരണ മനുഷ്യന് നൽകാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം ടിപ്പിക്കൽ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സയൻസ് എല്ലാം പഠിക്കുന്നുണ്ട്. ഈ സയൻസ് ഇപ്പൊ എന്റെ അടുത്ത് ഞാനിപ്പോ എല്ലാവരും 12ാം ക്ലാസ്സിന് ശേഷം വരെ 12ാം ക്ലാസ് ശേഷം ഡിഗ്രി ഏത് മേഖലയിൽ പോയാലും 12 വരെ നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതിപ്പോ സ്റ്റേറ്റ് സിലബസ് ആയാലും ICSE ആയാലും CBSE ആയാലും സയൻസിന്റെ കാര്യത്തോളം അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് വരെ എല്ലാം സെയിം സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യം എത്രത്തോളം കാര്യം മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. വളരെയധികം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടമേഖല സയൻസ് ഒരിക്കലും ഒരു പേടി സ്വപ്നമായി മാറുക വളരെ ഹൈപ്പർ ടെക്നിക്കലായിട്ട് ആണ് പലപ്പോഴും ഈ പുസ്തകങ്ങൾ എഴുതി തുടങ്ങുന്നത്. അപ്പൊ അതിന് തന്നെ എന്റെ സ്കൂൾ കാലം ജോഗ്രഫി പുസ്തകത്തിന്റെ ഒരു മുൻ പേജ് കണ്ടു. ആ പുസ്തകത്തിൽ ജോഗ്രഫി ബുക്കിനകത്തുള്ള ആദ്യത്തെ പടം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാം ജോഗ്രഫി കാലഘട്ടത്തിൽ പഠിച്ചു തന്നു ഭൂഗോളം, ഭൂമിയെ കട്ട് ചെയ്ത് ഭൂമിയുടെ എന്നുള്ളത് ക്രസ്റ്റ്, മാന്റിൽ ഒരു റെപ്രസെന്റേഷൻ. അപ്പൊ ഈ ഭാഗത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ഈ ഇത് കൊള്ളാലോ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് തുടങ്ങിയത്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു ആ പടത്തിനെ പറ്റി ആ പുസ്തകം വായിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതിനെപ്പറ്റി കൂടുതലും പറയുന്നത് ആന്റീരിയർ ഡീക്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഹൈ ആയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരു വിദ്യാർത്ഥി ആയാലും നമ്മളൊരു മുതിർന്ന ഒരാൾക്കായാലും ഇതിനെപ്പറ്റി ഇപ്പോൾ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നിർത്തിപ്പോവാം. പക്ഷെ ഈ ഒരു പുസ്തകം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടും ലൂസിഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മുടെ ഭൂമി ഉണ്ടായത് മുതൽ ഇപ്പോൾ ശാസ്ത്രം എവിടെ വന്ന് നിൽക്കുന്നു അതിന്റെ പല മേഖലകൾ, സയൻസ്, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ആർക്കിയോളജി ആയാലും ജോഗ്രഫി ആയാലും മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആയാലും നമ്മുടെ എത്രത്തോളം അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലാണ് ജീവിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് ഏവർക്കും നൽകാനായിട്ട് ഒരു സഹായം നൽകുന്ന പുസ്തകമാണ് ഈ ബിൽ ബ്രൈസന്റെ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഓഥർ ബിൽ ബ്രൈസൺ, അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ട് എന്ന് വെച്ചാൽ കാരണം ഏറ്റവും കൂടുതൽ എപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്ഷൻ റൈറ്റേഴ്സ് തന്നെയാണ് പോപ്പുലർ റൈറ്റേഴ്സ്. അപ്പം അതിപ്പോ കേരളത്തിലായാലും ഇന്ത്യയിലായാലും അക്രോസ് ദ വേൾഡ് നമുക്കൊരിക്കലും ഒരു ഗ്രേറ്റ് നോൺ ഫിക്ഷണലൈസ്ഡ് റൈറ്റർ എന്നുള്ള ആക്സെപ്റ്റൻസ് വളരെ കുറവാണ്. അതേസമയത്ത് നമുക്കൊരു മാർക്കേസിന് വളരെയധികം പരിചയമുണ്ട്, ഓർ ഈവൻ ഒരു ഡാൻ ബ്രൗൺ, അങ്ങനെ ഒരുപാടായിട്ടുള്ള ഫിക്ഷണലൈസ്ഡ് റൈറ്റേഴ്സ് നമുക്ക് വളരെ പരിചയം ഉണ്ടെങ്കിലും നോൺ ഫിക്ഷൻ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരെ വളരെ പരിചയം കുറവ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു എഴുത്തുകാരനാണ് ബിൽ ബ്രൈസൺ. ഇദ്ദേഹം ആക്ച്വലി ഒരു US സിറ്റിസൺ ആണ്, പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് വന്ന് അവിടെ സെറ്റിൽ ആയ ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ പുസ്തകം എഴുതുന്നത് ഓൾമോസ്റ്റ് 2003 അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. അതിന്റെ ഇൻട്രൊഡക്ഷൻ പേജിൽ വരുന്നതാണ്. I suppose I was
a long flight across Pacific, starting idly out of Indian, where when it you want. Example, why the oceans were salty, but the Great Lakes weren't. Didn't have the faintest idea. I didn't know if the oceans were growing more salty with time or less, or whether ocean salinity levels was something I should be concerned about or not. The merest quark from a quasar. Didn't understand how geologists could look at a layer of rock on the canyon wall and tell you how old it was. Didn't know anything really. I became gripped by a quiet, unwanted but insistent urge to know a little about these matters and to understand above all how people figured them out. That to me remained the greatest of all amazements, how scientists work things out. How does anybody know how much the earth weighs or how old its rocks are? Or can they know how and when the universe started and when it was like when it did? How do they know what goes inside an atom? And how come to that, or perhaps above all, on reflections? Can scientists often seem to know nearly everything, but then still not be able to predict an earthquake or even tell us whether we should take an umbrella with us to the races next Wednesday? So I decided that I would devote a portion of my life, 3 years as it turns out now, to reading books and journals and finding sanity, patient experts prepared to answer a lot of outstanding dumb questions. The idea to see if it isn't possible to understand and appreciate, marvel, enjoy even the wonder and accomplishments of science. പക്ഷെ ഒരു സാധാരണക്കാരനും ഒരു വിദ്യാർത്ഥിക്കും ഈ സയൻസിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും എങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വരെ എങ്ങനെ ഉണ്ടാവുന്നു, ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് എപ്പോഴാണ് ബിഗ് ബാങ് ഉണ്ടായത്, എപ്പോഴാണ് ഭൂമി ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് ചിന്തിക്കാത്തതുമായ ചോദ്യങ്ങൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടിയാണ് എഴുത്തുകാരൻ മുന്നോട്ട് പോകുന്നത്. ഈ പുസ്തകം എഴുതുന്ന 2003 അതിനുശേഷം ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചരിത്രത്തിൽ മാറ്റമില്ല. ഈ പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുസ്തകത്തിന്റെ പേര് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിതിങ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു തോന്നൽ കാണാം ഇതൊരു ചരിത്ര പുസ്തകമാണ്. നമ്മൾ ചരിത്രത്തിന് പൊതുവെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ രാജാക്കന്മാരുടെ കഥയായിട്ടോ അല്ലെങ്കിൽ ആരെ തോൽപ്പിച്ചു, റെവല്യൂഷൻസ് എവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള ഒരു സെൻസിലാണ് പലപ്പോഴും നമ്മൾ ഹിസ്റ്ററിയെ കാണുന്നത്. ഹിസ്റ്ററി എന്നുള്ളതിന്റെ അർത്ഥം. പക്ഷെ ഇത് എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ മാറ്റത്തിന്റെ ഒരു ചരിത്രമാണ്. അതിനകത്ത് രാജാക്കന്മാരുടെ കഥയല്ല, രാജാക്കന്മാരെ പറ്റി. അതുകൊണ്ട് പലർക്കും ഈ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ തോന്നാം എനിക്ക് ചരിത്രം ഇഷ്ടമല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ചരിത്രം തീരെ ബോറിംഗ് ആണ്, ഞാൻ സയൻസിന്റെ ആളാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ വായിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് കാണില്ല. പക്ഷെ ഒരിക്കലും അത് ആ ഒരു ടൈറ്റിൽ മിസ്ലീഡിംഗ് ആണ്. ഇതൊരു ചരിത്ര പുസ്തകം, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചരിത്രത്തിന്റെ പുസ്തകമല്ല. നാച്ചുറലി വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മുടെ ലോകത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് 18 വയസ്സായിട്ടുള്ള വിദ്യാർത്ഥിയായാലും 50 വയസ്സുള്ള ആളായാലും 60 വയസ്സുള്ള ആളായാലും ഈ പുസ്തകം തീർച്ചയായിട്ടും വളരെ അധികം എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബുക്കുമാണ്. അപ്പം നേരത്തെ ശിവപ്രസാദ് സാറ് പറഞ്ഞ പോലെ എൻ്റെ അടുത്തൊരു 1/2 മണിക്കൂർ സെഷൻ ആക്കാനെന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു പ്രൊഫഷണൽ റിവ്യൂ എന്ന രീതിയിലേക്കാളും ഉപരിയായിട്ട് ഈ പുസ്തകം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില ഐഡിയാസിനെ പറ്റി മാത്രം പറഞ്ഞു പോകാനായിട്ട്. ഇത് പുസ്തകത്തിന് പൂർണ്ണമായിട്ട് പറയുകയല്ല, റാദർ മേജർ ആയിട്ടുള്ള അദ്ദേഹം കൺവേ ചെയ്യുന്ന ഐഡിയാസ് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത് പ്രധാനമായ ഐഡിയാസിൽ ഒന്നാണ് ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് ബൈ എ ബിഗ് ബാങ്. ഞാൻ അതിന് മുമ്പായിട്ട് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ചിലപ്പോൾ അത് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളെല്ലാവരും ഇന്നിപ്പോ ഞാനിവിടെ റൂമിലിരുന്ന് ഈ പറയുന്ന ഒരു സെഷൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്.
ഞാൻ അതേ സമയത്ത് ഞാനൊരു ചോദ്യം നിങ്ങൾ എല്ലാവരോടും ചോദിക്കുകയാണ്. ഇന്നല്ല അല്ലെങ്കിൽ ഇന്നലെയോ മെനഞ്ഞാന്നോ നടന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അത് എസെൻഷ്യലി പാസ്റ്റിൽ നടന്ന ഒരു സംഭവം ഇന്നല്ല ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു 5 ദിവസം മുമ്പോ 10 ദിവസം മുമ്പോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം നിങ്ങൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമോ ഇല്ലയോ? ഓക്കെ, ആക്ച്വലി കാണാൻ സാധിക്കും. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് 5 ദിവസം മുമ്പുള്ള കാര്യമല്ല കഴിയുന്നത്, ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, നിങ്ങൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ സെഷന് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക. നിങ്ങളവിടെ നക്ഷത്രങ്ങൾ കാണാം. ആ നക്ഷത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽ തിളക്കം എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത് എത്രയോ ബില്യൺ ഇയേഴ്സിന് മുമ്പ് അത് തിളങ്ങുന്ന പടമാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് തിളങ്ങുന്നതല്ല നിങ്ങൾ കാണുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാം ഈ സയൻസ് പഠിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന രീതി കരിക്കുലത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ ഒരു പോയിന്റ് വളരെ നമ്മൾ ലൈറ്റ് ഇയർ പറ്റി നമ്മൾ പഠിക്കുന്നില്ലേ? ലൈറ്റ് ഇയർ കവറാണ് 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ആരെങ്കിലും ഒരാൾ പറയൂ, ലൈറ്റ് ഇയർ കൺസെപ്റ്റ് 10ാം ക്ലാസ്സിൽ കവർ ആവുന്നുണ്ടോ? ഓക്കെ, മറുപടി ഇല്ലെങ്കിൽ ഞാൻ പറയാം. ലൈറ്റ് ഇയർ എന്നുള്ള സിമ്പിൾ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടോ. അതായത് വേറെ ഭൂമിയും വേറെ നക്ഷത്രവും തമ്മിലുള്ള ഡിസ്റ്റൻസോ പൊതുവെ മൈൽസിലല്ല പറയുന്നത്, അല്ലെങ്കിൽ കിലോമീറ്ററുകളിലോ മൈലിലോ കണക്കിലോ അല്ലോ പറയുന്നത്. പലപ്പോഴും ലൈറ്റ് ഇയറിന്റെ കണക്കിലാണ് പറയുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ഒരു പ്രകാശരശ്മി എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യും എന്നുള്ള സെക്കൻഡ്സ് ആണ്. കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ലൈറ്റിന്റെ സ്പീഡ്. അപ്പൊ അത് ടോട്ടൽ ആയിട്ടുള്ള എത്ര സെക്കൻഡ്, അപ്പൊ കിലോമീറ്റേഴ്സ് പെർ ഇഞ്ചിലോ നിങ്ങൾ എടുത്തൊരു ഭയങ്കര വലിയ വാല്യൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഏതെന്നറിയാമോ? ഭൂമി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല സോറി, സൂര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഓക്കെ, നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റാറും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4.3 ലൈറ്റ് ഇയേഴ്സ് ആണ്. അതായത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം നമ്മളിപ്പോ കാണുകയാണെങ്കിൽ അത് 4.3 വർഷം മുമ്പ് അത് പുറപ്പെടുവിച്ച ലൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്, അല്ലേ? 2, നമ്മൾ ഏറ്റവും കൂടുതൽ ഡയറക്ഷൻ സെൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർ ഉണ്ട്. അതിന്റെ പേര് അതായത് നമ്മൾ സാധാരണ പോൾ സ്റ്റാർ. പോൾ സ്റ്റാർ എന്ന് നോർത്ത് പോളിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു സ്റ്റാർ ആണ് പോൾ സ്റ്റാർ. ശരിക്കും സ്റ്റാർ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഓൾമോസ്റ്റ് 670 ലൈറ്റ് ഇയേഴ്സ് എപ്പാർട്ടാണ്. അതായത് അവിടെ നിന്ന് ഒരു പ്രകാശരശ്മി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 670 വർഷം എടുക്കും അത് ഭൂമിയിൽ പതിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും, അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി, എപ്പോഴെങ്കിലും പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോൾ സ്റ്റാർ നോക്കുക. ഓക്കെ, പോൾ സ്റ്റാർ അവിടെ ഉണ്ട്. പക്ഷേ സത്യത്തിൽ പോൾ സ്റ്റാർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമുക്ക് 670 വർഷം മുമ്പ് പോൾ സ്റ്റാർ അവിടെ ഉണ്ട് എന്ന് മാത്രമേ നമുക്കറിയാവൂ. നിങ്ങൾ പോൾ സ്റ്റാറിനെ കാണുമ്പോൾ 670 വർഷം മുമ്പുള്ള ഒരു ലൈറ്റിനെ, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറപ്പെടുവിപ്പെട്ട ഒരു ലൈറ്റിനെയാണ് നിങ്ങൾ കാണുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന 670 വർഷങ്ങളിൽ ഇടയിൽ വെച്ച് എപ്പോഴും ചിലപ്പോൾ ഈ നക്ഷത്രം തന്നെ ഇല്ലാതായിരിക്കാം. കാരണം അത് നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് സൂപ്പർ നോവ എന്നും ബ്ലാക്ക് ഹോളിനെ പറ്റിയല്ലേ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത്തരം ഒരു പോയിന്റ് എനിക്ക് വലിയ റെവലേഷൻ ആയിരുന്നു. വേറെ കൊണ്ടല്ല, ഇതെല്ലാം ഈ ലൈറ്റ് ഇയർ ആണെന്നും നമ്മൾ ഈ കാണുന്നത് ലൈറ്റ് അനുസരിച്ചാണ് കാണുന്നത് എല്ലാം പറയുന്നെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ്. ഇറ്റ് മേക്സ് യു വണ്ടർ ദാറ്റ് ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ്
ആണ്. നമ്മുടെ യൂണിവേഴ്സ് ഇത്രയും വലിയൊരു സംഭവത്തിന്റെ ഒരു ചെറിയ സ്പെക്കിൽ നിന്നാണ് നമ്മൾ കാണുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും നൽകാനായിട്ട് ഈ പറയുന്ന ഇനിഷ്യൽ പോർഷൻസ് സാധിക്കും. ഈ ബിഗ് ബാങ്ങിനെ പറ്റി എല്ലാവരും പറയുന്നത് സ്ഥിരമായിട്ട് ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ പോലും ആദ്യം ചോദിക്കും എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി. ഒരു റാഷണലിസ്റ്റ് രണ്ട് തരത്തിലുള്ള തോട്ട് പലപ്പോഴും ഉണ്ട്. ഒന്ന് ഒരു ക്രിയേഷനിസ്റ്റ് അല്ലെങ്കിൽ മതപരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ക്രിയേഷനിസ്റ്റ് യൂണിവേഴ്സ്, ദൈവം ഭൂമി ഉണ്ടാക്കി എന്ന് പറയുന്നത്. അത് മതപരമായിട്ട് ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും സയന്റിഫിക്കലി അല്ലെങ്കിൽ നമ്മൾ ആരും പഠിക്കുന്ന പുസ്തകങ്ങളിൽ അതിന് ഒരു അംഗീകാരം കൊടുക്കുന്നില്ല. ഇപ്പൊ രണ്ടാമത് സ്ഥിരമായി പറയുന്ന വാക്ക് പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും ആരെന്റെ അടുത്ത് ചോദിച്ചാലും ബിഗ് ബാങ് അതിനപ്പുറം എന്ന് പറയുന്നത്. എന്റെ അടുത്ത് ബിഗ് ബാങ്ങിനെ പറ്റി ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ബിഗ് ബാങ്ങിനെ പറ്റി പറയാം. എഗെയിൻ ഇതൊരു ക്ലാസ് മെഡിക്കൽ സെഷൻ ആയിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പുസ്തകത്തിന്റെ ഐഡിയ ഫുൾ ആയിട്ട് പറയാനോ അല്ല ശ്രമിക്കുന്നത്. പക്ഷെ ഇത്രയും സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രധാനമായ കൺസെപ്റ്റ്സ് മാത്രം. അതായത് ഒരു 13.7 ബില്യൺ ഇയേഴ്സ് എഗോ, 13.7 ബില്യൺ ഇയേഴ്സിന് മുന്നായിട്ട് ദർ വാസ് എ പെർട്ടിക്കുലർ പോയിന്റ്. അതിന് മുമ്പായിട്ട് സമയമില്ല. സമയം എന്നൊരു കൺസെപ്റ്റ് പോലെ അതിന് മുമ്പില്ല. അപ്പോ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു സിംഗുലാരിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ സിംഗുലാരിറ്റി പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ആ എക്സ്പാൻഷൻ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. ഈ തിയറി പുട്ട് ഫോർവേഡ് 1924 അപ്പോ എന്നിട്ട് വിത്തിൻ 3 minutes അതിന്റെ എക്സ്പാൻഷന്റെ റേറ്റ് എന്ന് വെച്ചാൽ ഭീകരമാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന യൂണിവേഴ്സിന്റെ സൈസ്, അതായത് ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം യൂണിവേഴ്സിന്റെ എൻഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഏകദേശം 90 ബില്യൺ ട്രില്യൺ മൈൽസ് ആണ്. ഈ പറയുന്ന 3 സെക്കൻഡ് കൊണ്ടാണ്, 3 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു എക്സ്പാൻഷൻ വഴി ഈ യൂണിവേഴ്സ് ഉണ്ടാവുന്നത്. ആ യൂണിവേഴ്സിന്റെ ഇനിഷ്യൽ ഭാഗത്ത് പ്ലാനറ്റ്സ് ഇല്ല, അതിനു വേണ്ടിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല. പിന്നീടുള്ള ഭാഗത്തായിരിക്കാം ചിലപ്പോൾ ഈ ക്രിയേഷനിസ്റ്റ് ആയിട്ടുള്ള ഈ ബിഗ് ബാങ്ങിന്റെ ഭാഗമായിട്ടുള്ള ചൂടിൽ നിന്നായിരിക്കാം ബാക്കിയുള്ള പ്ലാനറ്റ്സോ അറ്റ്മോസ്ഫിയർ എല്ലാം ഉണ്ടാവുന്നതെന്നാണ് ഈ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്, ഈ ബിഗ് ബാങ് ആദ്യമായിട്ട് ഒരെണ്ണേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ബിഗ് ബാങ് ഉണ്ടായാൽ പോലും ഒരു പർട്ടിക്കുലർ ലെവലില് പ്ലാനറ്റ്സും സണ്ണും ബാക്കിയുള്ള ഗാലക്സീസ് എല്ലാം നിൽക്കണമെന്നുണ്ടെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേരാണ് ഗ്രാവിറ്റി. ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചിലപ്പോ ഒരു ടിഞ്ച് ഹയറോ വളരെ അല്പം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഈ പറയുന്ന എക്സ്പാൻഷൻ എല്ലാം നിന്ന് സ്വയം കൊളാപ്സ് ചെയ്ത് യൂണിവേഴ്സ് ഇല്ലാതായേനെ. അതേ സമയത്ത് നിങ്ങൾ ഈ ഗ്രാവിറ്റി അല്പം കൂടുതലായിരുന്നെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റമോ ഒന്നും ഉണ്ടാവില്ല. 2, ഹൈഡ്രജൻ ടു ഹീലിയം, ഈ ഹൈഡ്രജൻ ടു ഹീലിയം കൺസെൻട്രേറ്റ് ആവുകയോ 6% ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രജൻ ഹീലിയമോ പ്രോപ്പർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഹൈഡ്രജൻ ടു ഹീലിയം കൺവേർഷൻ. ആ പർട്ടിക്കുലർ റേറ്റ് പോലും മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഇത് വായിക്കാൻ ഈ ഭൂമി എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പല ഭാഗങ്ങളിലും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്, ആർ വി എലോൺ ഇൻ ദിസ് യൂണിവേഴ്സ്? നമ്മളെല്ലാം സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇഷ്ടമുള്ളവർക്കോ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകൾ ഇഷ്ടമുള്ളവർക്കോ വളരെ ഇഷ്ടപ്പെട്ട ഒരു തീമാണ് ഏലിയൻസ്. അത് പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ ഹോളിവുഡ് സിനിമ കണ്ടറിയാം, ഏലിയൻസ് എപ്പോഴും അമേരിക്കയിലെ ചില ഫീൽഡുകളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ള രീതിയിലാണ് കഥ. അപ്പൊ മനുഷ്യരാശി എപ്പോഴും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ് നമ്മള് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്നുള്ളത്. ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ആ ഗാലക്സികളുമായി മിൽക്കി വേയിലെ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്.
പക്ഷേ 1924 എന്ന് വളരെ 1924 ഉണ്ടായ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹബിൾ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തം. അപ്പൊ ഈ പുസ്തകത്തിനോട് നമ്മൾ വളരെയധികം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഹിസ്റ്ററി എല്ലാത്തിനും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും ഒരു വളരെ ബോറിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് വൈസ് ഉള്ള പുസ്തകമല്ല. റാദർ ഇപ്പോ ഈ ഹബിൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ഹബിൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട്, അത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് ഈ പുസ്തകത്തിൽ ഉടനീളം അദ്ദേഹം ഫോളോ ചെയ്തിട്ട് അത് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഹൈപ്പർ ടെക്നിക്കൽ ആയിട്ടുള്ള ഈ പറയുന്ന സാധനം വളരെ ആർ വി എലോൺ ദിസ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ ടെക്നിക്കൽ ആയിട്ടാണ് ആലോചിക്കണമെങ്കിൽ പുസ്തകം വളരെ ബോറിംഗ് ആയിരിക്കും. പക്ഷെ പുസ്തകം ആ രീതിയിലല്ല പോകുന്നത്. റാദർ ഇൻ വേരിയസ് സ്റ്റെപ്സ് നമ്മളുമായിട്ട് ആള് ഇന്ററാക്ട് ചെയ്ത് നമ്മളെ കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ബുക്കിനെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ഈ 1924 ഹബിൾ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുമ്പോഴാണ് അറിയുന്നത് there is an universe അല്ലെങ്കിൽ there is galaxies beyond us. അപ്പൊ അദ്ദേഹം പറയുന്നത് 1924 വരെ ഒറ്റ മിൽക്കി വേയിൽ നിന്ന് ഹബിൾ ടെലസ്കോപ്പ് വന്നതോടുകൂടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഗാലക്സീസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 140 ബില്യൺ ആണ്. 140 ബില്യൺ ഗാലക്സീസ് ആണ്. അതിനകത്ത് ഒന്ന് മാത്രമാണ് നമ്മുടെ മിൽക്കി വേ. അതിനകത്തുള്ള ഒരു ചെറിയ സ്റ്റാറിൽ നിന്ന് ഒരു ചെറിയ പ്ലാനറ്റായ എർത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നാച്ചുറലി നമ്മൾ ഈ ഭൂമി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ ഒറ്റയ്ക്കല്ല. പക്ഷേ അപ്പൊ രണ്ടാമത് 1961 there was one scientist by the name Frank Drake. അപ്പൊ ഇദ്ദേഹമാണ് ഒരു പർട്ടിക്കുലർ ഫോർമുല കണ്ടെത്തി. അതായത് നമ്മുടെ പോലെ പ്ലാനറ്ററി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്ന എത്രത്തോളം സിസ്റ്റംസ് ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ഫോർമുലയും കണ്ടെത്തി. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സിസ്റ്റം കണ്ടെത്താനുള്ള ഫോർമുല അദ്ദേഹം തന്നു. അപ്പൊ അതനുസരിച്ച് ഏകദേശം മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ആണ് there. ഭൂമിയെ പോലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ഓഫ് പ്ലാനറ്ററി സിസ്റ്റം ആർ പോസിബിൾ. പക്ഷേ ഈസ് ഇറ്റ് റിയലി നമ്മൾ അതിനെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? നാളെ തൊട്ട് മറ്റേ ഏലിയൻസ് ഒരു സ്പേസ് ക്രാഫ്റ്റിൽ കയറി വന്ന് ഭൂമിയിൽ വന്ന് ഇറങ്ങും എന്നൊരു സംഭവം ഉണ്ടോ? വിച്ച് ഈസ് പ്രാക്ടിക്കലി നിൽ. അതിനകത്തുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്ന്, ഈ പറയുന്ന പോലെ നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രമായ ഈ ആൽഫ സെഞ്ചുറിയാണ് തൊട്ടടുത്തുള്ള നക്ഷത്രം 4.3 ലൈറ്റ് ഇയേഴ്സ്. അതൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനറ്ററി സിസ്റ്റം ഒന്നും ഇല്ല, അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിങ് ആയിട്ടുള്ള പ്ലാനറ്റ്സോ ഒന്നും അതിനകത്തില്ല. നമ്മുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഒരു പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാനറ്റ് സിസ്റ്റം ഓൾമോസ്റ്റ് 200 ലൈറ്റ് ഇയേഴ്സ് എപ്പാർട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിച്ചു തുടങ്ങിയാൽ പോലും ഇറ്റ് വിൽ ടേക്ക് 200 ഇയേഴ്സ്. ഇവിടെ നിന്ന് 200 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കക്ഷിക്ക് ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. എനിവേസ്, ഒരു മനുഷ്യന്റെ ഇന്റലിജൻസിലുള്ള ടെക്നോളജി അനുസരിച്ച് നമുക്ക് ഈവൻ വീനസിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം സ്പേസ് ട്രാവൽ അത്രത്തോളം എളുപ്പമെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴത്തെ സ്പേസ് ക്രാഫ്റ്റിന്റെ മനുഷ്യനിർമ്മിതമായ സ്പേസ് ക്രാഫ്റ്റില് ഇപ്പൊ നിങ്ങൾക്ക് ആൽഫ സെഞ്ചുറി, അതായത് 4.3 ലൈറ്റ് ഇയേഴ്സ് ദൂരെയുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾക്ക് കരുതുകയാണ്. കേട്ടത് വളരെ സിമ്പിൾ ആണ്. 4.3 ലൈറ്റ് ഇയേഴ്സ് നമുക്ക് വേണമെങ്കിൽ സ്പീഡിന്റെ ലൈറ്റിന്റെ ആ സ്പീഡിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് എത്താം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്പേസ് ക്രാഫ്റ്റിന്റെ സ്പീഡ് അനുസരിച്ച് 20,000 വർഷം എടുക്കും ഇവിടെ നിന്ന് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഈവൻ 4.3 ലൈറ്റ് ഇയേഴ്സ് അപ്പാർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. സോ ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ ദാറ്റ് വി ആർ നോട്ട് അലോൺ ഇൻ ദിസ് യൂണിവേഴ്സ്. പക്ഷേ നാളെ നിങ്ങളുടെ വീടിന്റെ പുറകു വശത്ത് ഒരു ഏലിയൻ ഒരു സ്പേസ് ക്രാഫ്റ്റുമായിട്ട് വന്നിറങ്ങാനുള്ള സാധ്യതയും വളരെ കുറവാണ്. മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് ഹൗ വി മെഷേർഡ് ദ എർത്ത് വി ലിവ് ഇൻ. ഇവിടെ വെച്ചാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഓതർ പോകുന്നത്. ബിക്കോസ് വളരെയധികം നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം പേഴ്സണലൈസ്ഡ് അക്കൗണ്ടിലാണ് ഈ ഒരു മെഷർമെന്റ്. പേഴ്സണലൈസ്ഡ് അക്കൗണ്ടിലാണ് ഈ ഭാഗങ്ങളെല്ലാം അദ്ദേഹം നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിക്കൽ ഈ ഒരു ആർഗ്യുമെന്റ്, ഈ പറയുന്ന ഒരു തുടക്ക ചാപ്റ്ററിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇതിനകത്തുള്ള ചർച്ച ഉണ്ടാവുന്നത്
നമ്മുടെ സെല്ല് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതായത് ഹ്യൂമൻ സെൽസിന്റെ എന്താണ് ഡിസ്കവറി ചെയ്തു എന്ന് പറയപ്പെടുന്ന ഹുക്കാണ്, റോബർട്ട് ഹുക്കാണ് സെല്ല് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. ദെൻ റോബർട്ട് ഹൂക്കും കെപ്ലറും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റിലാണ് പറയുന്നത്. അപ്പോ അവര് പറഞ്ഞു ഭൂമി സണ്ണിനെ സറൗണ്ട് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണെന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഭൂമി സണ്ണിന് ഒരു എലിപ്റ്റിക്കൽ പാത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളതിന്റെ ഉത്തരം സർ ഐസക് ന്യൂട്ടനെ കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതിന്റെ ഫോർമുലയും കണ്ടെത്തി. അതിന്റെ കൃത്യമായി എലിപ്റ്റിക്കൽ പാത്ത് പോകാനുള്ള കാരണം അതിന്റെ ഒരു ഫോർമുല അദ്ദേഹം കണ്ടെത്തി. ഇപ്പം ഇദ്ദേഹം ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന് ഞാൻ വേറെ ആരോടെങ്കിലും പറയാം, അപ്പൊ എനിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ തരും. അവർ പറഞ്ഞു അതിന്റെ പേപ്പറൊക്കെ എനിക്ക് മിസ്സായി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വീണ്ടും എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇദ്ദേഹം നമ്മുടെ ലോസ് ഓഫ് മോഷൻ എല്ലാം വന്ന പ്രിൻസിപ്പൽ മാത്തമാറ്റിക് എന്നുള്ള പുസ്തകം ഞാൻ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് അക്കൗണ്ട്സ് വളരെ ധാരാളമാണ്. ഇപ്പൊ സാറേ തോന്നുന്നു എത്രത്തോളം ഓടാണ് സൈൻ ഉള്ളത് ടിപ്പിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ മറ്റേ നമ്മുടെ സൂര്യനെ നോക്കിയിട്ട് ഒരുപാട് നേരം നിൽക്കും, എത്ര നേരം അദ്ദേഹത്തിന്റെ ലൈറ്റ് കണ്ണിനെ എഫക്ട് ചെയ്യാതെ നോക്കാൻ പറ്റുമെന്ന്. ഹി വാസ് ഓൾമോസ്റ്റ് ടേൺ. അതുപോലെ തന്നെയാണ് വേറെ നറേഷൻ പറയുന്നത്. ഇദ്ദേഹം വളരെയധികം എന്താ പറയാനാണ് ഒരു വളരെയധികം അക്ലൈംഡ് ആയിട്ടൊരു സയന്റിസ്റ്റ് ആണ്. ഇതിന്റെ ഭൂരിപക്ഷം വാട്ട് ഹി ഹാഡ് ഡിവൈഡ് ടു വാസ് അതായത് ആൽക്കമി എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ അതല്ല വളരെയധികം മറ്റേ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കവറി കണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഇരുമ്പിനെ സ്വർണമാക്കാൻ തുടങ്ങിയിട്ടുള്ള എക്സ്പെരിമെന്റ്സിലാണ് ഇദ്ദേഹം കൂടുതൽ സമയം അദ്ദേഹം 1961 അദ്ദേഹത്തിന്റെ മുടിയുടെ സ്ട്രാൻഡ്സിൽ ഏറ്റവും കൂടുതൽ കണ്ട എലമെന്റ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ലെഡ് വാസ് സംതിങ് ദാറ്റ് ആൽക്കമിസ്റ്റ് ഓൾവേസ് വാസ് ക്രേസി അബൌട്ട്. അവർക്ക് എപ്പോഴും ലെഡിന്റെ മുകളിലാണ് എല്ലാ തരത്തിലുള്ള എക്സ്പെരിമെന്റും ചെയ്തുകൊണ്ടിരുന്നത്. സിമിലർ 1940s എക്കണോമിക്സ് എന്ന് പറയുന്ന കെയ്ൻസ് ഇദ്ദേഹത്തിന്റെ ഏകദേശം കുറെ പേപ്പേഴ്സ് റിസർച്ച് പേപ്പർ എല്ലാം ഓപ്ഷനിൽ വാങ്ങിച്ചു. ഈ ഓപ്ഷനിൽ വാങ്ങിക്കുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ പറയുന്ന സയന്റിഫിക് ഡിസ്കവറിയുടെ പേപ്പറുകളാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനകത്ത് ഭൂരിപക്ഷം ഇത്തരത്തിലുള്ള ആൽക്കമി ആയിരുന്നു അദ്ദേഹം ഫോളോ ചെയ്യാൻ ശ്രമിച്ചത്. സിമിലർലി ഇദ്ദേഹത്തിന്റെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വളരെ പേഴ്സണലൈസ്ഡ് അക്കൗണ്ട് തന്നെയാണ് ഡിസ്റ്റൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് ഭൂമിയും വീനസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ യൂസിങ് ട്രയാങ്കുലേഷൻ മെത്തേഡ് നമുക്ക് ഭൂമിയുടെ ഇദ്ദേഹത്തിന്റെ ഫോർമുലയുടെ ഉപയോഗിച്ച് നമുക്ക് വെയിറ്റ് കണ്ടെത്താം, ഡിസ്റ്റൻസ് കണ്ടെത്താൻ തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അതിന് പിടിക്കാനായിട്ട് പരക്കം പായുന്ന ഒരു എപ്പിസോഡുണ്ട്. അപ്പൊ അതിനകത്തെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡാണ്. ഇദ്ദേഹത്തിന്റെ തന്നെ നമ്മുടെ എഴുത്തുകാരന്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കഴിവ് അദ്ദേഹത്തിന്റെ യൂസ് ഓഫ് കോമഡിയാണ്. കാരണം പല ഭാഗങ്ങളിലും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള കാരണം ചില ഭാഗങ്ങൾ നമ്മൾ തന്നെ രണ്ടാമത് വീണ്ടും വായിക്കും. കാരണം നമുക്ക് തനിയെ തന്നെ ഇരുന്ന് ചിരിക്കാനുള്ള പല മുഹൂർത്തങ്ങൾ ഇദ്ദേഹത്തിന്റെ എഴുതിലുണ്ട്. സോ അതുപോലെ ഈ മെഷർമെന്റ് ഓഫ് എർത്ത് വെച്ചാൽ അത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസിന്റെ ചരിത്രം
എന്തൊക്കെ ഹാർഡ്ഷിപ്സ് വെൻ ബിഹൈൻഡ്, എസ്പെഷ്യലി ചില എഴുത്തുകാരെ പറ്റി അല്ലെങ്കിൽ ചില സയന്റിസ്റ്റിനകത്തുള്ള ഓഡ് നേച്ചേഴ്സ്. അതുപോലെ കാവൻഡിഷ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, ഇദ്ദേഹം എന്ന് പറയുന്നത് ഹൈലി ഇൻട്രോവേർട്ട് ആണ്. ഇപ്പൊ ഇദ്ദേഹത്തുമായിട്ട് ഒരു മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പൊ അദ്ദേഹത്തിനോട് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം കേൾക്കാത്ത രീതിയിൽ പുറമേ നിന്ന് സംസാരിച്ച് ചോദ്യം ചോദിക്കും. അത് ഉത്തരം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞിട്ട് ഓടിപ്പോകും. അങ്ങനെയുള്ള വളരെയധികം ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് എല്ലാം ഈ പുസ്തകത്തിൽ ധാരാളമുണ്ട്. Next major concept was about rocks and fossils. ഇത് ഈ ഫോസിലിന്റെ ഡിസ്കവറി ഹാപ്പൻഡ് ഒൺലി ബൈ അറൌണ്ട് 17th century. ഈ 17th centuryയിൽ അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഫോസിൽസ് ഡിസ്കവർ ചെയ്യുന്നത്. പക്ഷെ ഈ ഫോസിൽസിന്റെ ഇമ്പോർട്ടൻസ് 17th centuryയിൽ ഒന്നും ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഈ ഫോസിൽ സ്റ്റഡിയെ പറ്റി. പക്ഷെ അതിനെപ്പറ്റി ഏറ്റവും ഒരു തമാശ എന്ന് വെച്ചാൽ ഫോസിൽ ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്യാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഈ ഫോസിൽസ് കണ്ടെത്താനുള്ള ശ്രമം നടക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്ക ഡിസ്കവർ ആയിട്ടുള്ള 18th century അല്ലെങ്കിൽ 18th centuryയിൽ അമേരിക്കയെ പറ്റി ഇംഗ്ലീഷുകാര് ഒരു എന്താണ് വളരെയധികം മോശമായിട്ടുള്ള തിയറീസ് കണ്ടെത്തി. അതായത് ഒന്ന്, അമേരിക്കയിൽ ഉണ്ടായിരുന്ന സ്പീഷീസിന്റെ ഊർജം വളരെ കുറവായിട്ടുള്ള കുറെ സ്പീഷീസും ഡള്ളായിട്ടുള്ള കുറെ ആനിമൽസും മനുഷ്യന്മാരുമാണ്, ഇൻക്ലൂഡിങ് റെഡ് ഇന്ത്യൻസ് വളരെ ഡള്ളായിട്ടും അവരുടെ ഈവൻ റീപ്രൊഡക്റ്റീവ് ശേഷി തന്നെ വളരെ കുറവാണ് എന്നുള്ളൊരു തിയറി ആയിരുന്നു യൂറോപ്പിലും ഇംഗ്ലണ്ടിലും പ്രത്യേകം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ തോമസ് ജെഫേഴ്സൺ, അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളായ തോമസ് ജെഫേഴ്സൺ തീരുമാനമെടുത്തു, ഈ ഭാഗം ഡിസ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ he have to come with relics of past animals. അപ്പൊ അങ്ങനെ അവർ തുടക്കത്തിൽ അദ്ദേഹം ഒരാളെ എല്ലാം എൻഗേജ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള റിലിക്സ് കണ്ടെത്താനായിട്ട് നിയോഗിക്കുകയാണ്. അപ്പൊ അവര് പല ഇത് കണ്ടെത്തി. അപ്പൊ അതിനകത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൺസും പല ബോൺസ് എല്ലാം കിട്ടി. അപ്പൊ തിരിച്ചിത് ഏത് ആനിമൽ ആണ് എന്നുള്ളത് തിരിച്ച് റീഅസംബിൾ ചെയ്യണം. ഈ പറയുന്ന പോലെ നമ്മൾ ഈ ടിപ്പിക്കലി പടത്തിൽ കാണുന്ന രീതിയിലാവണമെന്നില്ല പലപ്പോഴും ഫോസിൽസ്. പല ബോൺസിന്റെ പാർട്ട്, ചിലപ്പം പല്ലുകളുടെ പാർട്ട്, ഇതെല്ലാം പല ലെയറിലായിട്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിനെല്ലാം തിരിച്ച് റീഅസംബിൾ ചെയ്യണം. അപ്പൊ റീഅസംബിൾ ചെയ്യാൻ നേരത്ത് തോമസ് ജെഫേഴ്സന്റെ കാര്യം ചെയ്തു, അതിന്റെ ഒരു ആനിമലിന്റെ ഭീകരതയ്ക്ക് കൂട്ടാനായിട്ട് അവിടെയുള്ള വലിയ ആന്റിയർ, വലിയ മാനിന്റെ എല്ലാം കൊമ്പെല്ലാം വെച്ചുകൊണ്ട് അമേരിക്കയിലുള്ള മൃഗങ്ങളെല്ലാം ഭയങ്കര ഭീകരമായിട്ടുള്ള ജീവികളാണ് എന്ന് കാണിക്കാനുള്ള ഒരു എപ്പിസോഡൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രോഗ്രസ് നമ്മൾ അതുവരെ, അതായത് ഓൾമോസ്റ്റ് 18th century എന്ന് പറയുന്നത് 1800കളുടെ തുടക്കം അല്ലെങ്കിൽ 1900കളുടെ തുടക്കങ്ങളിലെല്ലാം നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇൻ ജനറൽ എല്ലായിടത്തും വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് വാസ് അബൌട്ട് ക്രിയേഷനിസ്റ്റ് തിയറിയാണ്. ക്രിയേഷനിസ്റ്റ് തിയറി എന്ന് പറയുന്നത് മറ്റേ ഭൂമി പറയുന്ന ബൈബിളിക്കലായിട്ട് പറയുന്ന പോലെ ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശം സൃഷ്ടിച്ചു, 7ാം ദിവസം ദൈവം റെസ്റ്റ് ചെയ്തു, അതിനുശേഷമാണ് മറ്റേ വലിയ ഫ്ലഡ് ഉണ്ടാവുന്നു. വലിയ ഫ്ലഡ് ഉണ്ടാവുമ്പോഴാണ് നോവയുടെ പേടകത്തിനകത്ത് മൃഗങ്ങളെല്ലാം വെച്ചിട്ട് വിട്ടു, പിന്നീട് അങ്ങോട്ട് ഉണ്ടായി. ഈ ഫോസിൽസിന്റെ പഠനമാണ് ഇത്തരത്തിലുള്ള തിയറീസിനെ ഡീബങ്ക് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഈ പെട്ടെന്ന് ഒരു ഗ്രേറ്റ് ഫ്ലഡിൽ നശിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയാണ് പല ലെയറിൽ ഈ പറയുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുക, അവശിഷ്ടം ഇൻ ദ സെൻസ് ബോൺസ് എല്ലാം കാണുക തുടങ്ങിയിട്ടുള്ള ഇത് എങ്ങനെയാണ് ടു സ്റ്റാർട്ട് വിത്ത് റേഡിയോ ആക്ടിവിറ്റി. ഈ റേഡിയോ ആക്ടിവിറ്റി വഴി എങ്ങനെയാണ് നമ്മൾ എത്രത്തോളം പഴയ ആനിമലാണ് ഉണ്ടായിരുന്നത്, ഇതിന്റെ എല്ലാം ഒരു ചരിത്രമാണ്. അപ്പോൾ ഏറ്റവും പ്രധാന കാര്യം ഈ പറയുന്ന പുസ്തകത്തിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ ഒരു പുതിയ ഐഡിയ, ഒരു സയന്റിഫിക് ആയിട്ട് പുതിയ ഐഡിയ കൊണ്ടുവരാൻ സമയത്തല്ല അതിനെ ഡീബങ്ക് ചെയ്യാനായിട്ടും ഇത് പ്രാക്ടിക്കൽ അല്ല, ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാനുമായിട്ടുള്ള ഒരു വലിയ എക്സിസ്റ്റിംഗ് തോട്ടിനെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പുതിയ ചിന്തകളും പുതിയ തിയറീസും എല്ലാം വന്നത്. അതിനകത്ത് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പുതിയ തിയറീസോ പുതിയ പഠനങ്ങളോ കൊണ്ടുവന്നിട്ടുള്ള ഒരു സയന്റിസ്റ്റും അവരുടെ ജീവിത കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അവർ മരിക്കുമ്പോഴെല്ലാം ഈ പറയുന്ന തിയറി തെറ്റാണെന്നും എന്നുള്ള തിരിച്ചറിവിലാണ്, അല്ലെങ്കിൽ ആ ഒരു പൊതുജനത്തിന്റെ അക്സെപ്റ്റൻസ് ഇല്ലാതെയാണ് ഇവരെല്ലാവരും മരിക്കുന്നത്. അപ്പൊ അതും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഭാഗമാണ് ഈ പുസ്തകത്തിനകത്ത്.
പിന്നെയാണ് നമ്മുടെ ഈക്വൽ ടു മോഡേൺ ഫിസിക്സിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. മോഡേൺ ഫിസിക്സ് ആണ് ഈ പുസ്തകത്തിലായിട്ട് എനിക്ക് ഏറ്റവും വളരെയധികം ബോറിംഗ് ആയിട്ട് തോന്നിയ ഒരു പോർഷൻ ഇതാണ്. കാരണം വേറൊന്നുമല്ല, അല്പം ഹൈപ്പർ ടെക്നിക്കൽ ആവുന്നുണ്ട്. കാരണം അൺഫോർച്ചുനേറ്റ്ലി ഫിസിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേൺ ഫിസിക്സ്, ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓർ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു കൺസെപ്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ പല ഭാഗത്തും എനിക്ക് ചില ഭാഗം എനിക്ക് മനസ്സിലാവാതെ പോയ ഒരു പോർഷനാണ് ഈ മോഡേൺ ഫിസിക്സിനകത്ത് അദ്ദേഹം കൊണ്ടുവന്നത്. ഇതിന് ശേഷം വരുന്ന ഭാഗമാണ് ക്വാണ്ടം തിയറി. അപ്പം എന്തുകൊണ്ടാണ് ക്വാണ്ടം തിയറി കൊണ്ടുവന്ന മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്കിന്റെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഒരു വലിയ ട്രാജഡി ഈ പുസ്തകത്തിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാക്സ് പ്ലാങ്ക് 1900s തുടക്കത്തിലുള്ള സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെയധികം ഇഷ്ടപ്പെട്ട അദ്ദേഹത്തെ ഒരാളെ കല്യാണം കഴിച്ചു. അതിൽ ഒരു മോനും 2 പെൺകുട്ടികളും ഉണ്ടായി. അതിനകത്ത് ഒരാൾ ആദ്യം മരിക്കുന്നു, പെൺകുട്ടി. രണ്ടാമത്തെ ആള് ആദ്യം കല്യാണം കഴിച്ച ആളുടെ ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാം പ്രബോധ്, കണ്ടിന്യൂ. ഓക്കെ. അപ്പോ കല്യാണം കഴിച്ച ആളുടെ കല്യാണം കഴിക്കാൻ പോകുന്നു, അവര് മരിക്കുന്നു. അതിനുശേഷം ഇയാളുടെ മകൻ വേൾഡ് വാറിൽ അവിടെ നിന്ന് അവസാനം അയാൾ അങ്ങനെയാണ് മരണപ്പെടുന്നത്. ക്വാണ്ടം തിയറി കൊണ്ടുവരാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീന്റെ തിയറീസോ അല്ലെങ്കിൽ അതുവരെ ഉള്ള ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനോ ഒന്നും സബാറ്റമിക് വേൾഡിൽ വർക്ക് ആവുന്നില്ല. സബാറ്റമിക് വേൾഡിൽ ഈ പറയുന്ന particular Einstein's motions or Einstein's law were not holding good. അങ്ങനെയാണ് ക്വാണ്ടം തിയറി കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ സിദ്ധാന്തമാണ് എനർജി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ദേ ഡിസ്പ്രൂവ്ഡ് ദ ഹോൾ കോൺസെപ്റ്റ് കോൾഡ് ഈതർ. അതായത് ഓക്കെ, അത് ചെറിയ കൺസെപ്റ്റ് ആണ്. ഈതർ എന്ന് പറയുന്നത് മുമ്പ് എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈവൻ 1924 1900s തുടക്കത്തിൽ തന്നെ യൂണിവേഴ്സ് ഇസ് സംതിങ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ആൻ ഇമാജിനറി മീഡിയം കോൾഡ് ഈതർ. ഈ ഈതർ എന്ന് പറയുന്ന ഇമാജിനറി മീഡിയത്തിൽ കൂടെ വേവ്സ് ആയിട്ടാണ് ലൈറ്റ് ആയാലും എനർജി ആയാലും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡിസ്ബങ്ക് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് അല്ല, എനർജി ഇസ് നോട്ട് മൂവിങ് ഇൻ വേവ്സ് ബട്ട് ത്രൂ പാക്കറ്റ്സ് ഓഫ് എനർജി എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് കൊണ്ടുവന്നതാണ് മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി. അവിടെ നിന്നാണ് 1926 ഹെയ്സൻബർഗ് സ്റ്റാർട്ടഡ് ക്വാണ്ടം മെക്കാനിക്സ്. അതായത് അകത്തുള്ള മൂവ്മെന്റ്, ആറ്റംസിന്റെ ഫിസിക്കൽ മൂവ്മെന്റിന്റെ, ആറ്റംസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് തുടങ്ങിയവയുടെ ഫിസിക്കൽ മൂവ്മെന്റിന്റെ സയന്റിഫിക് പ്രിൻസിപ്പിൾ ആണ് ഈ ക്വാണ്ടം തിയറി വഴി കൊണ്ടുവന്നത്. there lies the whole famous thing called uncertainty principle. അതായത് ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിളിന്റെ വേവ് ലെങ്തോ സ്പീഡോ പൊസിഷനോ രണ്ടും ഒരുമിച്ച് അറിയാൻ സാധിക്കില്ല. ഏതെങ്കിലും 2 സാധനം പ്രോബിലിറ്റി മാത്രമേ കിട്ടുള്ളൂ. ഈ ഭാഗത്ത് അൺലൈക്ക് ഐൻസ്റ്റീൻസ് പാർട്ട് ഇതത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും വളരെ സിമ്പിൾ റീഡാണ് ഈ ഭാഗമെല്ലാം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ എഴുത്തില്. അതായത് നമ്മുടെ ഭൂമി ഓർ യൂണിവേഴ്സ് ഇൻ ജനറൽ, ഇറ്റ്സ് നോട്ട് ആക്ച്വലി കൺജീനിയൽ ഫോർ ലൈഫ്. അതിന്റെ കാരണം പറയാം. എർത്തിന്റെ ഹാബിറ്റബിൾ സ്പേസിനകത്ത് 99.5% ഔട്ട് ഓഫ് ബൗണ്ട്സ് ടു അസ്. അതായത് വെള്ളത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ളത് മലകളും മലനിരകളും എല്ലാം പോയിട്ട് ഈ പറയുന്ന ഭൂമിയുടെ ഓൾമോസ്റ്റ് ഒരു 0.5% നമ്മളെല്ലാം ജീവിക്കുന്നത്. 2, നമ്മുടെ ഈ പറയുന്ന കൺജീനിയൽ സ്പേസിൽ നിന്ന് അല്പം താഴോട്ടോ മുകളിലോട്ടോ എല്ലാം പോയി കഴിഞ്ഞാൽ
നമ്മുടെ ലൈഫ് വുഡ് ബിക്കം അൺലിവബിൾ. ടിപ്പിക്കൽ എക്സാമ്പിൾ, വിത്തൗട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് വെള്ളത്തിന്റെ ഒരു 100 മീറ്റർ താഴെ വരെ പോലും പോകാൻ സാധിക്കില്ല. അത് ഓക്സിജൻ കിട്ടില്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള കെമിക്കൽ റിയാക്ഷൻ, നിങ്ങളുടെ നൈട്രജൻ ഉൾപ്പെടെയുള്ള ശരീരത്തിനകത്തുള്ള നൈട്രജൻ എല്ലാം ഈ ഡെപ്തിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻ അത്ര ഭീകരമാണ്. സിമിലർലി നിങ്ങൾ ഒരു ഹൈറ്റ് ഒരു പെർട്ടിക്കുലർ മേ ബി ഒരു കുറച്ച് മീറ്റർ അല്ല കുറച്ച് കിലോമീറ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് ഭൂമിയുടെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന മൗണ്ട് എവറസ്റ്റിന്റെ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ വളരെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ സ്പേസിനകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമുക്കൊരു 4 പെർട്ടിക്കുലർ ക്രൈറ്റീരിയ വേണം നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഭൂമിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. ഒന്ന്, നമ്മുടെ സ്റ്റാറിൽ നിന്നുള്ള കൃത്യമായ ഡിസ്റ്റൻസ്. അതായത് ടിപ്പിക്കൽ എക്സാമ്പിൾ, നമ്മുടെ 2 നൈബറിംഗ് പ്ലാനറ്റ്സ് തന്നെ നോക്കിയാൽ മതി. ഒന്ന് വീനസും രണ്ടാമത്തത് മാർസും. ഓക്കെ, വീനസിന്റെ അടുത്താണെങ്കിൽ നമുക്ക് അതിന്റെ ചൂട് കാരണം നമുക്ക് വീനസിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. 470 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ സർഫസ് ടെമ്പറേച്ചർ. ഒരു കോസ്മിക് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് ടേംസിനകത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് വീനസ് എന്ന് വെച്ചാൽ വളരെ ചെറുതാണ് കമ്പയർഡ് ടു ഹോൾ ലാർജ് സ്കീം ഓഫ് തിങ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 900 മില്യൺ ട്രില്യൺ മൈൽസ് ആണ് ടോട്ടൽ എഡ്ജ് ഓഫ് യൂണിവേഴ്സ് എന്ന് കരുതപ്പെടുന്നത്. അപ്പൊ അതനുസരിച്ച് നോക്കുന്ന നേരത്ത് എർത്തും വീനസും തമ്മിൽ ഏകദേശം ചില മില്യൺ കിലോമീറ്റേഴ്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ആ പറയുന്ന ഡിസ്റ്റൻസിൽ പോലും നിങ്ങളുടെ ലൈഫ് വോണ്ട് ബി സപ്പോർട്ടഡ്. അതേ സമയത്ത് നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള മാർസിലേക്ക് പോയി കഴിഞ്ഞാൽ യു വുഡ് ഫ്രീസ് ടു ഡെത്ത്. അതായത് ഭൂമി ഈസ് ഇൻ എ റൈറ്റ് കൈൻഡ് ഓഫ് ജോഗ്രഫിക്കൽ സ്പേസ്. അതിൽ നിന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈഫ് വോണ്ട് ബി സസ്റ്റൈൻഡ് ഇൻ യുവർ പ്ലേസ്. 2, there should be a proper atmosphere. ബാക്കിയുള്ള അറ്റ്മോസ്ഫിയർ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ what do you call magnetic field which itself is a wonder. നമുക്ക് ഈ പറയുന്ന കോസ്മിക് റേസ് നമ്മുടെ ഭാഗത്ത് കോസ്മിക് റേസ് എപ്പോഴും പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ മുകളിൽ. ഈ പറയുന്ന എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് കാരണമാണ് നമുക്ക് ഈ റേഡിയേഷൻസ് ഒന്നും ബാധിക്കാത്തത്. ഈ പറയുന്ന അതായത് ഭൂമിയുടെ അകത്ത് കോറിന്റെ മുകളിലായിട്ട് കാണുന്ന ഒരു ലിക്വിഡ് മീഡിയത്തിൽ നിന്നാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നത്. ആ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭൂമിയിൽ ലൈഫ് ഒരിക്കലും സസ്റ്റെയിൻ ആവില്ലായിരുന്നു. 3, അവർ പറയുന്നത് ടിപ്പിക്കൽ എക്സാമ്പിൾ പ്രസൻസ് ഓഫ് എ റൈറ്റ് സൈസ് ഓഫ് മൂൺ. ഇതെല്ലാം പറയുന്നത് മൂൺ എങ്ങനെ ഉണ്ടായി എന്നുള്ള തിയറീസ് വരെ ഉണ്ട്. അതായത് ഒരു മീറ്റിയോർ ഹിറ്റായി, വേറൊരു പ്ലാനറ്റ് ഹിറ്റായി, അതിൽ നിന്നൊരു ഹ്യൂജ് പീസ് ഓഫ് റോക്ക് തെറിച്ചുപോയി വിത്തിൻ റൈറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും വന്നു. നമ്മൾ പലപ്പോഴും വി ടേക്ക് മൂൺ ഫോർ ഗ്രാൻറ്റഡ്. അത് മൂൺ ഇല്ല എങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത നമുക്ക് പലർക്കും തോന്നി. പക്ഷെ ഈ മൂണിന്റെ പ്രസൻസ് പോലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ മൂണാണ് ഈ പറയുന്ന ഹോൾ ഗ്രാവിറ്റി ഫീൽഡിനകത്ത് ഭൂമിയെ സ്റ്റേബിൾ ആയിട്ട് നിർത്തി അതിന്റെ വിത്തിൻ കറക്റ്റ് സ്പിൻ ഉണ്ടാക്കുകയും കറക്റ്റ് റെവല്യൂഷൻ ഉണ്ടാക്കാനും മൂണിന്റെ പ്രസൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ വി ആർ ഈവൻ ലക്കി ടു ഹാവ് ദ റൈറ്റ് കൈൻഡ് ഓഫ് മൂൺ ഫോർ അസ്. ഈ പറഞ്ഞ പ്ലാനറ്റിന് ചുറ്റും ഒരുപാട് പല മൂൺസ് ഉണ്ട്. ഫോർച്ചുനേറ്റ്ലി ഫോർ അസ് there is only one moon for us. പല ജൂപ്പിറ്ററോ യുറാനസോ ആണെങ്കിൽ there are multiple moons for that planet. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം we are fortunate to have a single moon of the right size and of the right distance from us to keep the earth stable. 4ാമത്തത് ടൈമിങ്. അതായത് ഭൂമി തന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് എർത്ത് ഉണ്ടാവാൻ നേരത്ത് സൺ വാസ് നോട്ട് ഹോട്ടർ. ഭൂമി അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ had at the creation time of universe had our sun be a bit more hotter or a bit more colder than what was
normal life would not have started. So ഇത്തരത്തിലുള്ള 100 millions and permutations which fell right in place. കൃത്യമായി അത് വീണുകൊണ്ട് മാത്രം that we are lucky and we should count on that we are lucky to hear അദ്ദേഹം പറയുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ് about development of till 1700s there was nothing called chemistry. എവറിത്തിങ് വാസ് മോർ ഓർ ലൈസ് ഒരു വിച്ച് ക്രാഫ്റ്റ് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വർണ്ണം എങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ള ആണ് കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഒരു കൃത്യമായിട്ടൊരു കെമിക്കൽ സ്റ്റഡി നടത്തി എന്ന് പറയുന്ന ഒരാളാണ് ഹെന്നിങ് ബ്രാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഇദ്ദേഹം പോലും ഹി വാസ് ഓൾസോ ഒരു നല്ലൊരു കെമിസ്ട്രിയിൽ ലിറ്ററേച്ചർ ഒക്കെ അദ്ദേഹം എഴുതിയെങ്കിലും they were also doing kind of funny experiments. ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു ഹൗ ക്യാൻ യു ഫൈൻഡ് ഗോൾഡ് ഫ്രം യൂറിൻ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വലിയ രീതിയിൽ എക്സ്പെരിമെന്റ് ഉണ്ടാക്കി. ദേ കോൾഡ് ഇൻ ലോട്ട് ഓഫ് വോളണ്ടിയേഴ്സ് ഓൾസോ. അതിന് വേറൊന്നുമല്ല, യൂറിന്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡുമായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നുകയും അതുവഴി നിങ്ങൾക്ക് ഗോൾഡ് കണ്ടെത്താം തുടങ്ങിയിട്ടുള്ള സിദ്ധാന്തത്തിലാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ വാട്ട് ഹി എന്റെ വാസ് ഡിസ്കവറി ഓഫ് ഫോസ്ഫറസ്. ഇതിനെല്ലാം ആൾക്കാർ യൂറിൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഫോർ ദിസ് എക്സ്പെരിമെന്റ് ടു മേക്ക് ഫോസ്ഫറസ്. ബിക്കോസ് ഫോസ്ഫറസ് ഹാപ്പൻ ടു ഹെൽപ്പ് ദ വേൾഡ് ഇൻ ആംസ് റേസ്. ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കാനായിട്ട് ഫോസ്ഫറസിന്റെ ഗുണവും പിന്നീട് അതെങ്ങനെയാണ് ജർമ്മനിയിൽ വിത്തൗട്ട് യൂറിൻ അവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്, in their arms race തുടങ്ങിയിട്ടൊരു ചരിത്രമല്ല. ഈ ചരിത്രത്തിൽ ഈ കെമിസ്ട്രിയിൽ തന്നെ ഒരു ഭാഗമാണ് അബൌട്ട് ഷീൽ. ഷീൽ എന്നൊരു സയന്റിസ്റ്റ് നമ്മളെപ്പോഴും എന്താണ് പല കെമിക്കൽ ഹീസ് believed to have discovered at least 11 elements. പക്ഷെ he was just a chemist in Sweden. അപ്പൊ ആ പുസ്തകത്തിൽ തന്നെ പറയുന്ന സാധനമുണ്ട്, had he been born in France or England he would have been credited with discovery of elements. But unfortunately ഇദ്ദേഹം കണ്ടെത്തിയ discoveries where credit were taken by others. ഒരിക്കലും ഇദ്ദേഹത്തിനെ കോപ്പി ചെയ്തൊന്നല്ല, ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കണ്ടെത്തി വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ കണ്ടെത്തലുകൾ പുറം ലോകം അറിഞ്ഞപ്പോഴത്തേക്ക് others had discovered it independently. അപ്പൊ ഷീലാണ് ഓക്സിജൻ, ക്ലോറിൻ തുടങ്ങിയിട്ടുള്ള എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത്. സോ ടിപ്പിക്കലി വാട്ട് ദേ സേയിങ് ഈസ് ഈവൻ നൗ ഹീസ് എ സ്വീഡനിൽ നിന്നുള്ള ആളാണ്. ഈവൻ നൗ വേൾഡ്സ് ലാർജസ്റ്റ് മാച്ച് ബോക്സ് പ്രൊഡക്ഷൻ കംസ് ഫ്രം സ്വീഡൻ because of his legacy that he created. He was a chemist because ഫോസ്ഫറസും എല്ലാത്തുമായിട്ടുള്ള ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഹി ഹാഡ് എ വെരി ക്യൂരിയസ് നേച്ചർ ഓൾസോ, ലൈക്ക് അദ്ദേഹം ഉണ്ടാക്കുന്ന കെമിക്കൽസ് എന്ന ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ അറ്റ് ദ ഏജ് ഓഫ് 43 ഹി ഡൈഡ്. എന്താണ് കാരണം എന്ന് അറിയില്ല. ഇൻ ഫ്രണ്ട് ഓഫ് ഹിം വാസ് എ സെറ്റ് ഓഫ് കെമിക്കൽസ് വിച്ച് ഹി ഇൻസിഡന്റ്ലി ഡിസ്കവേർഡ്. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കുന്ന കെമിക്കൽസ് സ്വയം രുചിച്ചുകൊണ്ടാണ് അദ്ദേഹം എക്സ്പെരിമെന്റിലേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ചരിത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാസ്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ആയാലും ഫിസിക്സിന്റെ ആയാലും ബയോളജിയുടെ ആയാലും എല്ലാ ഡെവലപ്മെന്റിനകത്ത് ഇത്തരത്തിലുള്ള ഓഡായിട്ടുള്ള മനുഷ്യന്മാരും ഓഡായിട്ടുള്ള പല രീതികളും ഫോളോ ചെയ്താണ് നമ്മളിവിടെ വരെ എത്തി എന്നുള്ളതും വളരെ സ്റ്റാർക്ക് ആയിട്ടുള്ള ഒരു റെവലേഷൻ ആയിരുന്നു എനിക്ക്. Then there was typical example, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് വേറെ സംഭവം തോന്നിയത് about ലാവോസിയർ ആൻഡ് മാരറ്റ്. ലാവോസിയർ ആണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഡിസ്കവറീസ് എല്ലാം നടത്തിയിട്ടുള്ളത്. ആൻഡ് ഞാൻ പണ്ട് എവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു, ലാവോസിയർ വാസ് എക്സിക്യൂട്ടഡ് ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷനിൽ ഐ എം നോട്ട് റിയലി ഷുവർ, ബട്ട് ലാവോസിയർ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഓക്സിജന്റെ ഡിസ്കവറി ക്രെഡിറ്റഡ് ആയിട്ടുള്ളത് ലാവോസിയർ ആണെന്ന് തോന്നുന്നു. ബട്ട് എനിവേസ് അയാളുടെ മറ്റേ വോളിയം ഗ്യാസ് വോളിയത്തിന്റെ ഇക്വേഷൻസ് ഒക്കെ ഫേമസ് ആണ്. സോ ഹി വാസ് ആക്ച്വലി എ ടാക്സ് കളക്ടർ ഇൻ ഫ്രാൻസ്. ടാക്സ് കളക്ടർ ആയിരുന്നു. ആൻഡ് ഇൻ ഹിസ് പാസ്റ്റ് ടൈം ഹി യൂസ് ടു ഡു ദിസ് കെമിസ്ട്രി സ്റ്റഫ്. ബട്ട് ഹി വാസ് വെരി ബ്രില്യന്റ് അറ്റ് ബോത്ത്. അപ്പോ ആക്ച്വലി എന്താ പറയാനാണ്, ഹി വാസ് ദ ഹെഡ് ഓഫ് അവിടുത്തെ സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ സമയത്താണ് മാരറ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് was coming to prominence. So Marat ഈ പറയുന്ന ഒരു സയന്റിഫിക് ബോഡിയുടെ ഫ്രണ്ടിൽ എന്തോ പേപ്പർ അവതരിപ്പിച്ചു. ബട്ട് ദാറ്റ് വാസ് നെവർ അക്സെപ്റ്റഡ് ബൈ ലാവോസിയർ ആൻഡ് ഹിസ് ടീം. സോ പ്രോബ്ലി ദാറ്റ് മാരറ്റ് എപ്പോഴും അത് മനസ്സിൽ വെച്ചിരുന്നു.
and Marat was the one who was part of the French Revolution ലെഫ്റ്റ് വിങ്ങിൽ നിന്നുകൊണ്ട് റെവല്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോയി. റോബിൻ സ്റ്റീൻസ് എന്ന് പറയുന്നവരുടെ ഭാഗത്ത് നിന്ന് അത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന സയന്റിസ്റ്റിൽ ഒരാളായിരുന്നു മാരറ്റ്. സോ ഹി ടുക്ക് ഇറ്റ് പേഴ്സണലി ദാറ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ അതിന്റെ പീക്ക് സമയത്തായപ്പോഴത്തേക്ക് ജസ്റ്റ് ബിക്കോസ് ലാവോസിയർ ഹാപ്പൻ ടു ബി എ ടാക്സ് കളക്ടർ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ദ മൊണാർക്കി, ഹി കൈൻഡ് ഓഫ് പഴയ ചരിത്രം പൊക്കിയെടുത്ത് അവസാനം ഇയാളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. That's again, that's a very, very interesting part from history as well as chemistry ഉണ്ട്. അതുപോലെ ഒരു കാലത്ത് റേഡിയോ ആക്ടിവിറ്റി, ആഫ്റ്റർ റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിസ്കവേർഡ് ഇൻ 1900s, റേഡിയോ പ്രോഡക്ട്സിനകത്തും അഡ്വർടൈസ് ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മുടെ പ്രോഡക്റ്റിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് വാസ് ബിലീവ്ഡ് അത് ബ്യൂട്ടി. അപ്പൊ അതെല്ലാം ആ പുസ്തകത്തിന് ആ ഭാഗങ്ങളെല്ലാം they are dealing on it. അടുത്തൊരു ഐഡിയ ഇസ് അബൌട്ട് വാട്ടർ. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിൽ ഇത്രത്തോളം ഉള്ളത് വെള്ളമാണ്, പക്ഷെ ആൻഡ് ഇറ്റ് ഈസ് ഇൻഫാക്ട് വാട്ടർ ദാറ്റ് ഡിസൈഡ്സ് നമ്മുടെ ലൈഫ്. ബട്ട് ഹൗ മച്ച് വി റിയലി നോ അബൌട്ട് വാട്ടർ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഇതാണ്. only in 1930s നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആക്ച്വലി യൂണിവേഴ്സിനെ പറ്റിയും ഔട്ട്സൈഡ് ഓർ ഗാലക്സിയെ പറ്റി ഒരുപാട് അറിവുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ് തിങ് ഈസ് ദാറ്റ് വി നോ വെരി ലെസ് അബൌട്ട് അവർ ഓൺ സീസ്. നമ്മള് വാട്ട് ദ ഓഥർ സേസ് ഈസ് ദാറ്റ് ഓൾമോസ്റ്റ് 95% ഓഫ് ദ സ്പീഷീസ് ഇൻസൈഡ് അവർ ഓഷ്യൻസ് ആർ യെറ്റ് ടു ബി ഡിസ്കവർഡ്. നമുക്ക് അത്രയും ആണ് നമ്മുടെ ഓഷ്യൻസിനെ പറ്റി ഉള്ള നമ്മുടെ അറിവുകേട്. So again, that is one topic that he was fully engaged himself into. Rand about bacteria, how in fact our whole life had started from this bacteria ആണ് നമ്മുടെ ഭൂമി നമ്മുടെ ലൈഫ് തന്നെ ഉണ്ടാവുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റ്. കാരണം അറ്റ് സം പോയിന്റ് എവറിത്തിങ് സ്റ്റാർട്ടഡ്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയില് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് they actually found out some rocks from the deepest part of oceans and they could find bacteria there. അതായത് നമ്മളിപ്പോ മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ടൈം ഫ്രെയിമിനൊക്കെ മുമ്പായിട്ടാണ് അവർ ഈ പറയുന്ന ബാക്ടീരിയയുടെ ഈ പറയുന്ന റോക്സ് കണ്ടെത്തുന്നത്. അപ്പൊ അവരുടെ ഒരു തിയറി എന്ന് പറയുന്നത് ദിസ് ബാക്ടീരിയ വാസ് ഓൾ പ്രസന്റ്. ഈ ബാക്ടീരിയ വാസ് ഇനിഷ്യലി വാട്ട് യു സേ they were giving out oxygen. ആ ഒരു പെർട്ടിക്കുലർ ലെവലില് നമ്മളിപ്പോ ചിന്തിക്കുന്ന പോലെയല്ല. they did not want oxygen to live. They never wanted oxygen to live, but rather അവരുടെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ അത് ഭൂമിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അറ്റ് സം പോയിന്റ് സിമിലർലി ഒരു കാര്യം പറയാം, നമ്മൾ അതിന് മുമ്പ് ഒരു തിയറി ഉണ്ടായിരുന്നു ദാറ്റ് ലൈഫ് എങ്ങനെ ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളതിന്റെ പർട്ടിക്കുലർ തിയറി ആയിരുന്നു ഔട്ടർ സ്പേസിൽ നിന്ന് ലൈഫിന്റെ സാധനങ്ങൾ സീഡഡ് ആയെന്നുള്ളത്. അപ്പൊ ആ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്തും ഈ അടിയിൽ നിന്നുള്ള ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് പ്രൂവ് ചെയ്തത്. എന്നിട്ട് അവർ ഈ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ദിസ് ബാക്ടീരിയ സർവൈവ്ഡ്. ബില്യൺസ് ഓഫ് ഇയേഴ്സ് there was no life, just these bacterias that were there. അവിടെ നിന്നാണ് ആദ്യമായിട്ട് സൈനോബാക്ടീരിയ ഉണ്ടാകുന്നത്. Cyanobacteria created oxygen. They were the ones correct. I mean, നേരത്തെ പറഞ്ഞതിന്റെ തെറ്റുണ്ടായി. രണ്ടാമതുണ്ടായ സൈനോബാക്ടീരിയ ആണ് ആദ്യമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ആ ഓക്സിജൻ വഴി ഓക്സിജൻ ലെവൽസ് ഇൻക്രീസ്ഡ് ഇൻ ദ എർത്ത്. അങ്ങനെ ഓക്സിജൻ ലെവൽസ് ഇൻക്രീസ് ആയപ്പോഴത്തേക്ക് there were many bacteria who could not survive in this aerobic atmosphere. ഓക്സിജൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. അത്തരത്തില് അങ്ങനെ കുറെ ബാക്ടീരിയ ഇല്ലാതായി. അവിടെ നിന്ന് രണ്ടാമത് ഈ പറയുന്ന ചില ബാക്ടീരിയാസ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സാൻഡും ക്ലേ ഒക്കെ വന്നിട്ടാണ് they formed ഓർഗനൽസിൽ നിന്ന് യൂറോക്കറ്റൈറ്റ്സ് ഉണ്ടാവും,
that again expelled oxygen. അപ്പോൾ essentially പുള്ളി പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ ലൈഫ് സീക്വൻസ് ഓഫ് ഹൗ our life forms were created from bacteria. നമ്മൾ ബാക്ടീരിയ ഈവൻ നൗ ഇറ്റ് ഇസ് there inside our body we have bacteria. അത്തരത്തിലുള്ള ബാക്ടീരിയയുടെ ചരിത്രം നമ്മളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇതെല്ലാമാണ് ആ ഭാഗത്ത് ഡീൽ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ഇസ് അബൌട്ട് DNA. അപ്പോൾ എങ്ങനെയാണ് ലൈഫ് ഇതെല്ലാം ഉണ്ടായി? ഓക്കെ, ലൈഫ് എങ്ങനെ ഉണ്ടായി? ലൈഫിന്റെ ഫസ്റ്റ് ഫോംസ് ഉണ്ട്. അപ്പോൾ ഹി സ്റ്റാർട്ട്സ്, ഒരു 1950s ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കാണിക്കുന്നത്. ദാറ്റ് ഭൂമി ഉണ്ടാവുന്ന സമയത്ത് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആർട്ടിഫിഷ്യലി സയന്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ദേ കുഡ് സിന്തസൈസ് കുറെ ഷുഗേഴ്സ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഈവൻ നൗ സയന്റിസ്റ്റ് കനോട്ട് സിന്തസൈസ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ തന്നെ DNA ഉണ്ടെങ്കിലേ പ്രോട്ടീൻ ഉള്ളൂ, പ്രോട്ടീൻ ഉണ്ടെങ്കിലേ DNA ഉള്ളൂ. പക്ഷെ ഇപ്പോഴും നമ്മൾ DNA എക്സ്ട്രാക്ട് ചെയ്താലും ആർട്ടിഫിഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത് അറിയില്ല. ഇപ്പൊ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞുള്ളത് സൈനജൻ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് അറൌണ്ട് 1000 അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സ് എല്ലാം ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തു. പക്ഷെ ഈ പറയുന്ന ആയിരക്കണക്കിന് അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്ത് എങ്ങനെ പ്രോട്ടീൻ ഉണ്ടാവും എന്നുള്ളത് ഇതുവരെയായിട്ടും നമുക്ക് ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സംഭവമാണ്. പക്ഷെ വി സ്റ്റിൽ ഡോണ്ട് നോ. പക്ഷെ there is a thing called pattern which repeats. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു നേച്ചറിന്റെ രീതിയാണ്, അത് റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പോൾ ദിസ് എഗെയിൻ ഈ പോർഷനിൽ വരുന്നത് എങ്ങനെയാണ് ഫ്രം പ്രോബ്ലി ഫസ്റ്റ് പ്രോട്ടീൻ വിച്ച് വി ഡോണ്ട് നോ ഹൗ ഇറ്റ് വാസ് ക്രിയേറ്റഡ് ടു ഹൗ അഡ്വാൻസ് ലൈഫ് ഫോംസ് വെയർ ക്രിയേറ്റഡ്. ഇതെല്ലാം ഈ ഭാഗത്ത് അദ്ദേഹം ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. I think last section was about how safe is our life on earth. നമ്മളെല്ലാവരും വി ടേക്ക് ലൈഫ് ഫോർ ഗ്രാൻറ്റഡ്. എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവമാണ് ഷൂ മേക്കർ എന്ന് പറയുന്ന കോമറ്റിനെ പറ്റി. ഞാൻ 3-ോ 4-ാം ക്ലാസ്സിലോ 1994 ഷൂ മേക്കർ എന്നൊരു ആസ്ട്രോയിഡ് നമ്മുടെ ലൈഫിനെ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വാർത്ത ആ സമയത്തുണ്ടായിരുന്നു. ദീസ് ആർ സപ്പോസ് ടു ബി ആസ്ട്രോയിഡ്സ്, ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്ന ആസ്ട്രോയിഡ് ആണെന്നാണ് അന്ന് പറയുന്നത്. പക്ഷെ അത് ശരിക്കും ആക്ച്വലി ജൂപ്പിറ്ററിലാണ് ഹിറ്റ് ചെയ്തത്. ആൻഡ് വി ആർ സേഫ്. അപ്പൊ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് ആസ്ട്രോയിഡ്സ്, നമ്മളെ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആസ്ട്രോയിഡ്സിന്റെ എണ്ണം നമുക്കറിയില്ല. We don't know a thing about number of asteroids that could hit us. പറയപ്പെടുന്നത് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് there are at least 1 million asteroids that could hit the earth. ഈ പറയുന്ന എർത്തിന്റെ സൈസുള്ള ആസ്ട്രോയിഡ് ഒന്നും ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് എക്സാമ്പിൾ ആണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഈ ഷൂ മേക്കർ എന്ന് പറയുന്ന ആസ്ട്രോയിഡ് 94 ജൂപ്പിറ്ററിൽ പതിക്കാൻ നേരത്ത് it created one of them created a huge and big crater. അത്രയും വലിയൊരു ക്രേറ്റർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിനോസേഴ്സിന്റെ എക്സ്റ്റിങ്ഷനെ പറ്റി പോലും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് ഈസ് അബൌട്ട് an asteroid having hit the earth. അപ്പോൾ നമുക്ക് തന്നെ ടിപ്പിക്കലി അറിയില്ല നമുക്ക് ഏതെങ്കിലും ആസ്ട്രോയിഡ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് നമ്മുടെ റിസർച്ച് ഇല്ല എന്നുള്ള അദ്ദേഹം വളരെ ക്ലിയർലി പറയുന്നുണ്ട്. 2, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു, നമുക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് ഒരു ആസ്ട്രോയിഡ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഉള്ള തിരിച്ചറിവ് കിട്ടാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം മുമ്പ്. അതായത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുകയാണ് ഒരു 6 മാസത്തിന് ശേഷം ഒരു ആസ്ട്രോയിഡ് ഹിറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ 1 വർഷത്തിന് ശേഷം ഒരു ആസ്ട്രോയിഡ് ഹിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലെന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇൻ കേസ് ഒരു 6 മാസത്തിന് മുമ്പ് നമുക്ക് ഇങ്ങനെ അറിവ് കിട്ടിയാൽ പോലും അതിനെ നെഗേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയോ നമുക്കില്ല. ഈ ആർമഗഡൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് തോന്നാം മറ്റേ ഇവിടെ നിന്ന് നേരത്തെ കൊണ്ടുപോയിട്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കൊണ്ടുപോയിട്ട് ന്യൂക്ലിയർലി എക്സ്പ്ലോഡ് ചെയ്ത് ചെയ്യാന്നുള്ളത്. പക്ഷെ ദോസ് ആർ ഇംപ്രാക്ടിക്കൽ തിങ്സ്. അതൊന്നും വർക്ക്ഡ് ഔട്ടോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ്സ് ദാറ്റ് മച്ച് ഫ്രജൈൽ ഇസ് ദ ലൈഫ് എർത്ത് ഹാസ്. ഓൾസോ അവർ ടിപ്പിക്കലി കാണിക്കുന്ന വേറെ സാധനം യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഇസ് ഇൻ USA. അപ്പൊ അവിടെയുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോയുടെ മുകളിലാണ് ഈ പറയുന്ന ഐ തിങ്ക് ഇറ്റ്സ് നൗ എ സാങ്ച്വറി സംതിങ്. അപ്പൊ അതിന്റെ മുകളിലാണ് ദേ ഹാവ് ഗോട്ട് ആൻ ഒബ്സർവേറ്ററി ഓൾസോ. ഈ വളരെ ഒരു ടിപ്പിക്കൽ സ്മോൾ സ്കെയിലിൽ ഒരു എക്സ്പ്ലോഷൻ
1970s US നടന്നപ്പോൾ ഒന്ന് നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കുന്നത് 1970s എക്സ്പ്ലോഷൻ നടന്നെങ്കിൽ പോലും അതിന്റെ എങ്ങനെയാണ് എക്സ്പ്ലോഡ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ തോത് എത്രയാണ് എന്ന് അളക്കാനായിട്ട് ആ സമയത്തുള്ള ഒരു സയന്റിസ്റ്റിന് സാധിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രഡിക്ഷൻ വാസ് ഫാർ ഓഫ്. ഇറ്റ് വാസ് ബിലീവ്ഡ്, അവര് പറഞ്ഞ ഒരു 30 കിലോമീറ്റർ, അതായത് 50 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇരട്ടിയോ അതിന്റെ 10 മടങ്ങ് ദൂരത്തിലുള്ള ആൾക്കാർ വരെ ആ എക്സ്പ്ലോഷനിൽ മരിച്ചു. ഇനി രണ്ടാമത്തെ സംഭവം അവർ പറഞ്ഞത് 1800s ഇന്തോനേഷ്യയിൽ ഒരു വോൾക്കാനിക് എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. ആ വോൾക്കാനിക് എക്സ്പ്ലോഷൻ നടക്കുന്ന നേരത്ത് ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനും ഫ്രാൻസിലും ഇടയ്ക്കുള്ള വാട്ടർ ബോഡിയാണ്. അപ്പൊ അവിടെ വരെ അതിന്റെ റിവർബറേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1800s നടന്നിട്ടുള്ള ഒരു വോൾക്കാനിക് എക്സ്പ്ലോഷൻ ഇൻ ഇന്തോനേഷ്യ. അപ്പോൾ അത് അഗെയിൻ ഈ ഇദ്ദേഹത്തിന്റെ ഓതറിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം അല്ലെങ്കിൽ റിലേറ്റബിലിറ്റി എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി യൂസസ് ടിപ്പിക്കൽ എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിൾ, നമ്മുടെ പോയിന്റ് വളരെയധികം സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുന്ന എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ 70s നമ്മുടെ US നടന്ന എക്സ്പ്ലോഷൻ ഒരു പീക്ക് അല്ലെങ്കിൽ ഒരു പയർമണിയുടെ അത്ര ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 1800s ഇന്തോനേഷ്യയിൽ നടന്നത് നിങ്ങൾക്ക് ഒരു ഗോൾഫ് ബോളിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ടെന്നീസ് ബോളിന്റെ അത്രത്തോളം സൈസ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ കൂട്ടാം. യെല്ലോ സ്റ്റോണിൽ നടക്കാൻ പോകുന്ന ഇൻ കേസ് അത് നടക്കുകയാണെങ്കിൽ ദിസ് വുഡ് ബി ഇൻ ദ സൈസ് ഓഫ് എ സ്പിയർ. ഒരു വലിയ സ്പിയറിന്റെ സൈസ് ആണ്. ആ സ്പിയറിന്റെ പുറകിൽ നിങ്ങൾക്ക് ഒളിക്കാൻ സാധിക്കുന്നത്ര ഒരു വലിയ സ്പിയർ ആണ്. സോ ദാറ്റ് സ്ട്രൈക്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സച്ച് ആൻ എക്സ്പ്ലോഷൻ. അപ്പൊ അന്ന് അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഒന്ന് ഇപ്പോഴും ഇവിടെയുള്ള സയന്റിസ്റ്റുകൾക്ക് ആർക്കും ഇത് സ്റ്റിൽ ഇറ്റ്സ് ആൻ ആക്റ്റീവ് വോൾക്കാനോ, യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. അങ്ങനത്തെ വോൾക്കാനിക് എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ് സ്ഥലങ്ങളിൽ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത്. അതിന്റെ മറ്റേ ഇവിടെയുള്ള എന്താ പറയാനാണ് മാഗ്നറ്റിക് ഫീൽഡിനെ ബാധിക്കാം. ഇതുണ്ടാക്കുന്ന പൊടി എന്നുള്ളത് നമ്മുടെ ചിലപ്പോൾ ഭൂമി അല്ലെ നമ്മുടെ സൂര്യന്റെ ലൈറ്റ് എത്രയോ മാസങ്ങൾ ചിലപ്പോൾ ഭൂമിയിലേക്ക് പതിക്കാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന പൊടിപടലങ്ങൾ ഉണ്ടാക്കാം. മേ ബി ഇഫ് സച്ച് എൻ എക്സ്പ്ലോഷൻ ഹാപ്പൻസ്, അത് ഒന്ന് അദ്ദേഹം തന്നെ വളരെ ക്ലിയർ ആയി പറയുന്നത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. വി ഡോണ്ട് ഹാവ് എനി വേ. രണ്ട്, അത് എന്നാണ് അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ തുടങ്ങാൻ പോകുന്നതെന്ന് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ ദാറ്റ് മച്ച് ഫ്രജൈൽ ഈസ് ദ വേൾഡ് ദാറ്റ് വി ലിവ് ഇൻ. ദാറ്റ് ഇസ് അത് വളരെയധികം മനോഹരമായിട്ട് നമുക്ക് തോന്നും. അഗെയിൻ ഇത്രയും വളരെയധികം പ്രോബിലിറ്റി നമുക്ക് അനുകൂലമായിട്ട് ജനിച്ച ആൾക്കാർ, വി കുഡ് ഡൈ എനി മോമെന്റ്, നോട്ട് ജസ്റ്റ് വൺ. Maybe the entire mankind could perish and we could do nothing about it. We could do absolutely nothing about it. That is also a reality that അത് എന്താ പറയുക, it helps us to see also world in a different perspective. ഞാൻ ഇപ്പൊ എനിക്ക് ഈ പുസ്തകം വായിച്ചിരുന്ന ഇറ്റ്സ് എ ബിഗ് ടേക്ക് അവേ ഫോർ മീ ഈസ് ഒന്ന് ഒരിക്കൽ തിരിച്ചറിവാണ്. നമ്മൾ വളരെയധികം സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ആണ് പലപ്പോഴും ഈഗോ വയ്ക്കുക, ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു. വി ടേക്ക് ലോട്ട് ഓഫ് ടെൻഷൻ. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ എ ഹോൾ കോസ്മിക് സ്കീം ഓഫ് തിങ്സ് ഇൻ വിച്ച് നമ്മളൊരു പൊടിപടലം പോലും അല്ല. We are not even a dust in this whole thing. നമ്മൾ ഒരു വലിയ സ്പീഷീസ് എന്ന് അഹങ്കരിക്കുന്നു. Mankind that we have destroyed or we have conquered everything. In fact, we are alive because of so many good fortune things, including extinction of a dinosaur. കാരണം ഈ ഒരു മീറ്റിയോർ ഒരു കാലഘട്ടത്തിന് മുമ്പ് വന്ന് ഭൂമിയെ ഹിറ്റ് ചെയ്ത് ഈ ഡിനോസേഴ്സ് വലിയ ഐസേജ് ഉണ്ടാക്കി. ഈ പറയുന്ന ഡിനോസേഴ്സ് ഇല്ലാതായിരുന്നെങ്കിൽ ചിലപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് he was saying typically you would have been reading this book in the burrows of a hole and you would be the size of a rat. ചിലപ്പോ അങ്ങനെയാണെങ്കിൽ എവല്യൂഷന്റെ ഭാഗമായിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന ക്രീച്ചർ ഒരു എലിയെ പോലത്തെ ക്രീച്ചറായി മാറിയാണ്. മേ ബി വി വുഡ് നോട്ട് ഈവൻ ഹാവ് ബീൻ ഹിയർ. So that is ഒന്ന്. അപ്പോൾ we are so much fortunate. I mean, so many things have worked out in our favor that we are by എന്താ പറയുക, രണ്ട് കാലിൽ നിന്നുകൊണ്ട് കമ്പ്യൂട്ടർ നോക്കി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. It is because of so much things that happened randomly that we are alive. And second, ഈ പറയുന്ന സാധനം ഇല്ലാതാവാനായിട്ടും നിമിഷങ്ങൾ മതി. And ഇത്രത്തോളം സയൻസ് വലിയ ന്യൂക്ലിയർ വാർസ് സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു. വി കുഡ് ഡു ലോട്ട് ഓഫ് തിങ്സ്, ബട്ട്
ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ there is absolutely nothing that we can do about it. സോ ഇതാണ് പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ ഈ ബുക്കില്. ആൻഡ് എന്താണ് എനിക്ക് ബുക്കിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ? ഒന്ന്, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ പറയുന്ന പോലൊരു ഇറ്റ് ഈസ് നോട്ട് ടെക്നിക്കൽ, ഹൈപ്പർ ടെക്നിക്കലേ അല്ല ഈ പുസ്തകം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ളൊരു ജാർഗൺസ് ഞാൻ ഒരുപാട് ഉപയോഗിച്ചെങ്കിൽ അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഈ പുസ്തകം ഒരിക്കലും ടെക്നിക്കൽ അല്ല, എക്സെപ്റ്റ് ചില പോർഷൻസ് മാത്രം. അത് മോബി ഇത്രയും ഒരു സയന്റിഫിക് ബുക്കിനകത്ത് അല്ലെങ്കിൽ സയൻസിനെ പറ്റി ഡീൽ ചെയ്യുന്ന ബുക്കിനകത്ത് ചില പോർഷൻസ് അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. രണ്ട്, ഈ പറയുന്ന പോലെ ഇറ്റ് ഓപ്പൺ അപ്പ് എൻ്റയർലി ന്യൂ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്. നമ്മൾ ഈ പറയുന്ന എത്രത്തോളം ദാറ്റ് വി ആർ ഫോർച്ചുനേറ്റ് ടു ബി ഇൻ ദിസ് വേൾഡ്, എത്രത്തോളം ഐ മീൻ, അതുപോലെ നമ്മുടെ ഈ പറയുന്ന ചരിത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രം ഇവിടം വരെ എത്താനായിട്ട് കോൺട്രിബ്യൂഷൻസ് അബൌട്ട് എങ്ങനെയാണ് പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ് അവരുടെ ജീവിതകാലത്ത് തിരസ്കരിക്കപ്പെട്ടത്, about struggles of scientists, somebody like Mantle എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറയുന്നത് we find really pity for him. Mantle was like a doctor ഒക്കെ ആയിരുന്നു, but he ended up in absolute poverty because of his love for paleontology. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥ. സോ ഇത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് അക്കൗണ്ട് help to create a what do you call interest, ആ ഒരു ഫീൽഡിൽ തന്നെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സാധിച്ചു. പിന്നെ ഈവൻ ദോ ഇറ്റ്സ് എ സയൻസ് ഫിക്ഷൻ, നിങ്ങൾക്ക് പ്രോബ്ലി ഇറ്റ്സ് 500 പേജ് 546 odd പേജസ് ആണുള്ളത്. ബട്ട് യു കുഡ് പ്രോബ്ലി ഒരു ആവറേജ് ആയിട്ട് റീഡ് ചെയ്യുക. ഞാൻ ഭയങ്കരമായിട്ടൊന്നും വായിക്കേണ്ട, നിങ്ങൾ മേ ബി ഒരു മണിക്കൂറിൽ ഒരു സാധാരണ ആവറേജ് സ്പീഡിൽ വായിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം ഒരു 100-150 പേജ് വരെ ഈസിലി വായിക്കാം, വിത്തൗട്ട് പുട്ടിങ് എനി സ്ട്രെയിൻ. തലയ്ക്കൊന്നും പെരുപ്പ് തോന്നാതെ 150 പേജ് വരെ വളരെ സിമ്പിൾ ആയിട്ട് വായിക്കാം, നിങ്ങൾ ബാക്കിയെല്ലാം പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ. പിന്നെ പെർട്ടിക്കുലർ ഡിസ്ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഡിസ്ലൈക്ക് ചെയ്യാൻ അത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടാണെന്നും അല്ല പറയാനായിട്ട്. പക്ഷെ എങ്കിലും ഒരു കാര്യം ഉള്ളത് വെച്ചാൽ ഈ പുസ്തകം എഴുതപ്പെട്ടത് 2003 അപ്പോൾ 17 കൊല്ലത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ 17 കൊല്ലത്ത് എന്തെങ്കിലുമൊക്കെ സയന്റിഫിക് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ തിയറീസ് ഡിസ്ബങ്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഈ ബുക്ക് അപ്ഡേറ്റ് അല്ല. ബട്ട് വി ക്യാൻ സ്റ്റിൽ ഗിവ് ഇറ്റ് ഗുഡ് തോട്ട്. അത് കുഴപ്പമില്ല, കാരണം ഇറ്റ് ഗിവ്സ് എ ഹിസ്റ്ററി ഓഫ് ഹൗ ഇറ്റ് ഹാഡ് ഡെവലപ്ഡ്. പിന്നെ ഈ പറയുന്ന പോലെ ചില പോർഷൻസിൽ ഉണ്ടാവുന്ന ഹൈപ്പർ ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ മൂന്നാമതൊരു പോരായ്മ എന്ന് ഞാൻ പറയില്ല, ഒരുപാട് സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ മാൻഡൽ ആരാണ്, ലാവോസിയറിന് എന്താ പറ്റിയത്, കാവൻഡിഷിന് എന്താണ് പറ്റിയത്, പിന്നെ എനിക്ക് തന്നെ 2 തവണ ഞാൻ പുസ്തകം വായിച്ചു. എന്നാൽ പോലും ചില ഫീൽഡിലുള്ള സയന്റിസ്റ്റിന്റെ പേര് എനിക്ക് രണ്ടാമതൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ സാധിക്കണമെന്നില്ല. സോ അത്രയും പേരുകൾ വരുന്നുണ്ട്, ഇത്രയും ചരിത്രം പറയുന്നുണ്ട്. സോ അതാണ് എനിക്ക് അതിനകത്ത് വലുതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിട്ട് തോന്നിയത്. പിന്നെ ഒരു പോസിറ്റീവ്സിൽ ഒന്നെന്ന് പറയുന്നത് ഹിസ് അൺക്യാനി യൂസ് ഓഫ് എന്താണ് ഈ എക്സാമ്പിൾസ് അയാൾ കോട്ട് ചെയ്യുന്നുണ്ട്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്ലോഷന്റെ കാര്യം പറഞ്ഞ പോലെ, സിമിലർലി അദ്ദേഹം പറയുന്നത് ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. നമ്മുടെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ നേരത്ത് കോമൺ ലോജിക് ഇസ് ദാറ്റ് ടെമ്പറേച്ചർ കൂടണം. കാരണം നമ്മൾ സൂര്യന്റെ അടുത്തേക്ക് പോവുകയാണ്, പക്ഷേ യുവർ ടെമ്പറേച്ചർ ഡസ് നോട്ട് ഇൻക്രീസ് ബട്ട് ഇറ്റ് റെഡ്യൂസസ്. എന്തുകൊണ്ടാണ് ഹീറ്റ് സോഴ്സിലേക്ക് അടുത്തോട്ട് പോകുന്ന തോറും നമുക്ക് ടെമ്പറേച്ചർ തണുപ്പാവാൻ തോന്നാനുള്ള കാരണം എന്തായിരിക്കാം? അപ്പൊ അതിന് അദ്ദേഹം എക്സാമ്പിൾ പറയുന്നതാണ്, നിങ്ങൾ ഈ സ്കീം ഓഫ് തിങ്സിൽ നിങ്ങൾ മുകളിലേക്ക് സണ്ണിന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഓഹിയോ, US ഓഹിയോ എന്ന സ്ഥലത്തിരുന്നിട്ട് ഓസ്ട്രേലിയയിലെ ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ഓഹിയോയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ചൂട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സയന്റിഫിക് റീസൺ പറയുന്നത്, എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ താഴോട്ട് വരുന്നതിന് സയന്റിഫിക് റീസൺ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇൻ എ വേ വളരെയധികം ഹൂ കുഡ് റീഡ് ഇറ്റ്, എല്ലാവർക്കും വായിക്കാവുന്ന പുസ്തകമാണ്. ബട്ട് എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 10ാം ക്ലാസ് വരെയെല്ലാം കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക്, പിന്നെ മുതിർന്ന ആൾക്കാരും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സയൻസ് പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ
ഇത് ഇതൊരു എന്താണ് ഒരു സയൻസിന് ഇതിനെ പറ്റിയുള്ള സംശയങ്ങൾ എനിക്ക് ഇതിനകത്ത് ദൂരീകരിക്കാൻ പറ്റണമെന്നില്ല ഈ പല ചോദ്യങ്ങൾക്കും. വാട്ട് ഐ സജസ്റ്റ് ഇസ് എനി വൺ ക്യാൻ റീഡ്. എൻ്റെ പുസ്തകം ഉണ്ട്, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ ബുക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അത് ഡാമേജ് കൂടാതെയും ഒരു റീസണബിൾ ടൈമിനുള്ളിൽ എനിക്ക് തിരിച്ചു തന്നാലും മതി. ഞാൻ അങ്ങനെയാണെങ്കിൽ ബുക്ക് ആരാണെന്ന് പറഞ്ഞ് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഈ ബുക്ക് വായിക്കാനായിട്ട് ഷെയർ ചെയ്യാനും ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദാറ്റ്. താങ്ക് യു എവരിവൺ. Thank you, Prabodh. Liji, please. Thank you, Prabodh. എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കുട്ടികളെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു, നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏത് പുസ്തകവും എങ്ങനെയും നമുക്ക് വായിക്കാൻ വളരെ എളുപ്പം ആക്സസബിൾ ആണ്. കാരണം ഇത് പറയാനുള്ളത് കാരണം MTയുടെ ഒരു സ്റ്റോറി ഇടയ്ക്ക് വായിക്കുന്നുണ്ട്, ഇന്നത്തെ പത്രത്തിൽ വന്നതാണ്. അദ്ദേഹം കുഞ്ഞുകാലത്ത് പുസ്തകം വായിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് ഒന്നോ രണ്ടോ അന്നത്തെ കാലത്തെ പുസ്തകം വായിക്കാൻ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി കളക്ട് ചെയ്ത്, എത്രയോ ദൂരം സൈക്കിൾ ചവിട്ടി പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് വായിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്നിട്ടും അദ്ദേഹം വായിച്ചു വളരുകയും നല്ലൊരു എഴുത്തുകാരനാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു വിരൽത്തുമ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വായനയുടെ വാതായനം തുറന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ കുട്ടികളും അതുപോലെ നമ്മളടക്കം വായനയുടെ ലോകത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. വായന ഒരിക്കലും നമ്മളെ പുറകിലോട്ട് വലിക്കത്തില്ല. നമുക്ക് നോളേജ് ആവശ്യത്തിനപ്പുറം കിട്ടുകയും ചെയ്യും. നമ്മുടെ വികാസത്തിനും വിജ്ഞാനത്തിനും പുസ്തകം എപ്പോഴും ഒരു അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബുക്ക് റിവ്യൂവിന്റെ അടുത്ത സെഷനോട് നമുക്കിനി അടുത്ത മാസം അവസാനം കാണാമെന്ന് വിചാരിക്കുന്നു. Okay, thank you all. Thank you, children. Thank you, sir. നമുക്ക് നെക്സ്റ്റ് സെഷൻ ശിവപ്രസാദ് സാറ് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക്സ്. Thank you. പ്രബോധ് നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ബുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ സാർ, ഞാൻ ബുക്ക് തരാം. ഓക്കെ. അപ്പൊ എന്റെ സംശയം, ഈ അനാദിയായി ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനപ്പം പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരിക്കലും ഇല്ല സാർ, നമുക്ക് സ്വയം റോള് കൽപ്പിക്കണമെന്നേ ഉള്ളൂ. അപ്പം എന്റെ സംശയം, ഇപ്പൊ 55 വയസ്സായി, മരണാനന്തരം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഇൻട്രസ്റ്റ്. അത് ഇതിനായിട്ട് എന്തെങ്കിലും പുസ്തകത്തിൽ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. നമ്മൾ ആ തിരിച്ച് കെമിക്കൽസ് ആയിട്ട് ഡിസോൾവ് ചെയ്ത് പോകുന്നു. എന്തായാലും ബോഡി മരണത്തോടുകൂടി തന്നെ ബോഡി ഇല്ല, നമുക്ക് കോമൺ സെൻസ്. അതെ, പക്ഷെ എന്തെങ്കിലും ഒരു ബോധമോ ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ എന്നുള്ളതാണ് സാർ. അത് ആക്ച്വലി ഈ പുസ്തകം വായിച്ച ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. അതായത് ഞാൻ 1950s വരെ നമ്മൾ വളരെയധികം, ഇന്നിപ്പോ വളരെ ഔട്ട്ലാൻഡിഷ് ആണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ഐഡിയാസും വാസ് അക്സെപ്റ്റഡ് ബാക്ക് ദെൻ. അപ്പൊ അതുകൊണ്ട് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിനെ പറ്റിയോ ആഫ്റ്റർ ലൈഫിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങോ അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിളോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആവണമെന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നതല്ല, അപ്പൊ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയി, ഇനിയും ചിലപ്പോൾ അങ്ങനെ നിൽക്കും. അപ്പൊ ആകെ നമ്മൾ ഒരു 10-70 കൊല്ലം വന്നിട്ട് അങ്ങ് പോകുന്നു. ഇത് ആരാ നിയന്ത്രിക്കുന്നത് എന്താണെന്നൊന്നും അറിയാതെ എന്നേക്കുമായിട്ട് അങ്ങ് പോകുന്ന ഓർക്കുമ്പം ഒരു എന്താണ്, ഇറ്റ് വിൽ ബ്രേക്ക് യുവർ ഹാർട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ആരോ ഇഫ് ദർ ഈസ് നോ ഗോഡ് വി മസ്റ്റ് ഇൻവെന്റ് എ ഗോഡ് എന്ന് ആരോ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രത്യാശ വേണമല്ലോ. അതെ. ഓക്കെ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു.